പക്ഷേ പലപ്പോഴും ദൈവസഭയെപ്പറ്റി നമുക്കൊരു സങ്കല്പമുണ്ട്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അത് പറയുമ്പോൾ നമ്മൾ അറിയാതെ ഒരു ആവേശത്തിലൊരു ആമേനും ഹല്ലേലൂയയൊക്കെ പറയും. അപ്പം നമ്മുടെ ചിന്ത ഒരു വലിയ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമെന്നൊരു പരാമർശം സഭയെ പറ്റിയുണ്ട്. അതുപോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ നമുക്കൊരു ചിന്തയുണ്ട്, ഒരു ഒരു വെരി ഹൈ ഒരു ഫോർട്രസ്, എന്താണ്, വളരെ പൊക്കമുള്ള, വളരെ ബലമുള്ള ഒരു കാരണവശാലും അകത്തിടിച്ച് കയറാൻ കഴിയാതെ വണ്ണം എരിഹോ കോട്ട പോലെ കെട്ടി അടയ്ക്കപ്പെട്ട് അതിനുള്ളിലാണ് സഭ. അതായത് പുറത്തുനിന്ന് എത്ര ശത്രു വന്ന് എത്ര അറ്റാക്ക് ചെയ്താലും അവർക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. കാരണം വി ആർ സോ സെക്യൂർഡ്. അത്രയ്ക്ക് സേഫായ ഒരു സോണാണ് ചർച്ച് നമ്മൾ പറയാറുണ്ട്. ആ വാക്യം വായിക്കുമ്പോൾ അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് ഒരു ചിത്രം വരുന്നത്. പക്ഷേ ശരിക്കും ആ വാക്യം അങ്ങനെ അല്ല. ശത്രു ജയിക്കില്ല എന്നുണ്ട് അർത്ഥം. ചർച്ച് ഒരു ബുൾഡോസർ പോലെയാണ്. നല്ലവണ്ണം ഓർക്കണം, ബുൾഡോസർ ഒരിക്കലും ഹൈവേ കൂടെ അല്ല പോകുന്നത്. ഒരിക്കലും മറ്റൊരു വാഹനവും കയറിപ്പോകാത്ത പ്രതലങ്ങളിൽ ചെന്ന് അതിനെ വെട്ടി നിരത്തി ഒതുക്കി കയറി ചെല്ലുക. അത് വനത്തിലായാലും ശരി, അത് പാറയായാലും ശരി, മലയായാലും ശരി, അവിടേക്ക് ചെന്ന് ഇടിച്ചു കയറിപ്പോകുന്ന ഒരു മെഷീനാണ് ബുൾഡോസർ എന്ന് പറയുന്ന പോലെ. ശത്രുവിൻ്റെ പാളയത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നതാണ് ദൈവസഭ. അതിൻ്റെ അർത്ഥം ദൈവസഭ ഒരിടത്ത് നിൽക്കുന്നില്ല. എത്ര പേർക്കത് മനസ്സിലായി? ഇന്ന് നിങ്ങളുടെ ചില ചിന്തകളെ ഒന്ന് ഉടക്കിയ ഞാൻ, ദൈവസഭ ഒരു കോട്ട പോലെ കെട്ടി അകത്തിരിക്കുകയല്ല സേഫായിട്ട്. ദൈവസഭ ശത്രുപാളയത്തിലേക്ക് നിരന്തരം അഡ്വാൻസ് ചെയ്ത് കയറുകയാണ്. കയറി ഈ പറഞ്ഞ പോലെ നരകത്തിന് ചീട്ടുകൊടുത്തിരിക്കുന്നവരെ അതിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്ന അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു വലിയ ദൗത്യത്തിലാണ് ദൈവസഭ. അന്ത്യകാല ദൈവസഭ അതാ പ്രിയപ്പെട്ടവർ. അന്ത്യകാലത്ത് എൻഡ് ടൈം ചേർച്ച് എന്ന് പറയുന്നത് ഒരിടത്ത് ഇങ്ങനെ സ്വസ്ഥമായിരുന്ന് സന്തോഷിച്ച് ആനന്ദിച്ച് പാട്ടുപാടി പോകാനല്ല, പുറത്തേക്ക് ഇറങ്ങി ശക്തമായിട്ട് ചെന്ന് യേശുവിൻ്റെ സാക്ഷികളായി പരിശുദ്ധാത്മ ശക്തിയിലും അഭിഷേകത്തിലും ചെന്ന് അനേകരത്തിന് വിറവ് കൊള്ളികൾ തീയിലിരുന്ന് കത്തുക, അതിൽ നിന്ന് വലിച്ചെടുക്കും ചിലരെ. നമ്മളൊരു കാലത്ത് ഇതുപോലെ വലിച്ചെടുത്തതാ കർത്താവ്, അല്ലേ? വി വർ വൺസ് ബേണിംഗ് ആക്ച്വലി, ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആരോ നമ്മളെ വലിച്ചു പുറത്തിട്ടതുപോലെ ഇനിയും കത്തിക്കൊണ്ടിരിക്കുന്ന ചിലരെ വലിച്ചു പുറത്തിടണം. ചിലരെയൊക്കെ വലിച്ചു പുറത്തിട്ട് രക്ഷിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി പൊള്ളലൊക്കെ അവരുടെ ദേഹത്ത് കാണും. സാരമില്ല, പൊള്ളലോടുകൂടി സ്വർഗത്തിൽ പോകുന്നതാണ് നല്ലത്. നിത്യമായിട്ട് നരകത്തിൽ പോയി നശിക്കുന്നതിനെക്കാട്ടിലും അല്പം പൊള്ളലൊക്കെ ജീവിതത്തിൽ ചില കഷ്ടങ്ങളൊക്കെ വന്നു കാണും. പക്ഷെ അതെല്ലാം ഒടുവിൽ നന്മയ്ക്കായി എന്ന് സാക്ഷിക്കുന്ന ഒരു വലിയ സമൂഹം എൻഡ് ടൈം ചർച്ചിൽ കൂടി വന്ന് ദൈവരാജ്യം അഡ്വാൻസ് ചെയ്യും. The kingdom of God will advance. Ministry take place when divine resources meet human needs through loving channels to the glory of God. ഞാൻ ഇപ്രാവശ്യം വന്ന് ഈ പഠിപ്പിച്ച കാര്യം എൻ്റെ പ്രിയ സഹോദരങ്ങളെ മറക്കല്ലേ. ശുശ്രൂഷ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സ്വർഗീയമായ എല്ലാ വിഭവങ്ങളും, every resources in heaven will definitely meet all the human needs ഹിയർ ഓൺ എർത്ത്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും വേണ്ടുന്ന സകല വിഭവങ്ങളും ഉയരത്തിലുണ്ട്. അത് അവിടെ നിന്നെടുത്ത് ഇവിടെ എത്തിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് അത് ലഭ്യമാകണം. അതെങ്ങനെയും ചോദിച്ചാൽ ഇടയ്ക്കൊരു ഇടനിലക്കാരനുണ്ട്. ആരാന്നറിയാമോ? ലവിങ് ചാനൽ. ചില ചാലുകളെ ദൈവം വെച്ചിട്ടുണ്ട്, സ്നേഹച്ചാലുകളെ. പക്ഷേ ആ സ്നേഹച്ചാലുകൾ ആ പ്രവൃത്തി ചെയ്യുന്നത് എപ്പോഴും ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കണം. ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു. ഇനി അതിനെപ്പറ്റി ഒന്നും പറയണമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഇന്നലെ ഞാൻ നിർത്തിയതെടുത്ത് വെച്ച് ഒന്ന് തുടങ്ങേണ്ട ആവശ്യമുണ്ട്. ഞാനൊന്നെൻ്റെ ചോദ്യങ്ങൾ ഇന്നലെ ചോദിച്ചു. വി ഓൾ വോണ്ട് ഡിഫറെൻറ്റ് തിങ്സ് ടു ഹാപ്പൻ ഡിഫറെൻ്റ്ലി, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റിസൾട്ട്സ് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ദ പ്രോബ്ലം ഈസ് വി ഡു ദ സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും 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 ചെയ്തുകൊണ്ടിരുന്നിട്ട് എക്സ്പെക്റ്റിങ് എ ഡിഫറെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ ഭ്രാന്ത്. അതിൻ്റെ അർത്ഥം അങ്ങനെ സംഭവിക്കത്തില്ല, അല്ലേ? നമ്മളെങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നുവോ അത്രത്തോളം വ്യത്യസ്തമായിട്ട് റിസൾട്ട് നമ്മൾ കാണും. അവിടെയാണ് റോമൻസ് 12:1-2 ബൈ ദ മെർസീസ് ഓഫ് ഗോഡ് ഐ ബിസീച്ച് യു ബ്രദറൻ, എന്താണ്? ഓഫർ യുവർ ബോഡീസ് ആസ് എ സാക്രിഫൈസ്, നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിപ്പിൻ. 2, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് റിന്യൂ യുവർ മൈൻഡ്സ്, മനസ്സ് പുതുക്കി ബി ട്രാൻസ്ഫോംഡ്. ഈ മനസ്സ് പുതുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്പിരിച്വൽ ഒരു അർത്ഥമാക്കിയാണ് നമ്മളതിനെ പറയുന്നത്. അത് അതിൻ്റെ ഗ്രീക്ക് ഏതാ ഹീബ്രു എന്നൊക്കെ തപ്പിപ്പോണ്ട. സിമ്പിൾ ഇംഗ്ലീഷിൽ ഇത്രയേ ഉള്ളൂ, തിങ്ക് ഡിഫറൻ്റ്ലി.
വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. ദൈവമക്കളെ, ദൈവസഭയെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. ദൈവം എങ്ങനെ സഭയെ കാണുന്നു, ദൈവം സഭയിലൂടെ എന്തുദ്ദേശിക്കുന്നു, അതിനായിട്ട് സഭ തയ്യാറാവട്ടെ പ്രിയപ്പെട്ടവർ. പക്ഷേ അത് തയ്യാറാവുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം, ഇതുവരെ ചെയ്ത കാര്യങ്ങൾ വ്യത്യസ്തമായി ചിന്തിച്ച് ചെയ്തു തുടങ്ങുമ്പോൾ വ്യത്യസ്തമായ റിസൾട്ട് വരും. തീർച്ചയായിട്ടും ഈ വർഷം തന്നെ ഞാൻ വിശ്വസിക്കുന്നു ദൈവസഭകളിൽ വ്യത്യസ്തമായ റിസൾട്ടുകൾ ഉണ്ടാവും. We will see different results, okay? Something which you have never ever experienced or seen in the past. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തത്, കേട്ടിട്ടില്ലാത്തത്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും ഇല്ലാത്തത് നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ ജീവിതകാലത്ത് കർത്താവ് വരാൻ താമസിക്കുന്നുവെങ്കിൽ നാം കാണുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? How many believe that I am going to see things which I never ever seen? ഞാനൊരു പക്ഷേ ഇത് ചിന്തിച്ചതല്ല. ബൈബിൾ പല കാര്യങ്ങൾ നോക്കിയാൽ പലതും പെട്ടെന്ന്, ഞാൻ ഇന്നലെ അവസാനം നിർത്തിപ്പോയി, പെട്ടെന്ന് എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പം അയ്യോ ഇത് ഞങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും. അതെ, ആ ചീസ് ഈസ് മാർവലസ്, ഇറ്റ് ഈസ് വണ്ടർഫുൾ. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവസഭയിലൂടെ ദൈവം ചെയ്യാൻ പോകുന്നു. അതിൻ്റെ കീ എന്ന് പറയുന്നത് തിങ്ക് ഡിഫറൻ്റ്ലി, തിങ്ക് ഡിഫറൻ്റ്ലി. ഇന്നലെ നമ്മൾ ഒരു കാര്യം കണ്ടു. ദ ഫസ്റ്റ് മിറക്കിൾ ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് ചേർച്ച് ഹാപ്പൻ നോട്ട് ഇൻസൈഡ് ദ ചേർച്ച്, ഔട്ട്സൈഡ് ദ ചേർച്ച്. അങ്ങനെയെങ്കിൽ ഈ ഖത്തറിൽ ശരിക്കും പറഞ്ഞാൽ വലിയ ദൈവപ്രവൃത്തികൾ ആദ്യം കാണാം. ഉള്ളിൽ നിന്ന് ആ ദൈവം വിളിച്ച വിളിക്കുള്ള അഭിഷേകം, ആ പോയി പ്രവർത്തിക്കുവാനുള്ള ആ ഒരു ട്രെയിനിങ് കിട്ടിയ പ്രിയപ്പെട്ടവൻ പുറത്തു പോയി ചെയ്യും. ഈ പറഞ്ഞ പോലെ ആ അപ്പർ റൂമിൽ വെച്ച് കിട്ടിയ അഭിഷേകം, അപ്പർ റൂമിൽ വെച്ച് കിട്ടിയ ആ നിയോഗത്തിൽ അവർ പുറത്തോട്ട് പോയപ്പോൾ ഓൺ ദ വേ ടു ദ പ്രേ മീറ്റിംഗ് there was a miracle. എന്താണ്? ലെയിം മാൻ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് കൈ നീട്ടിയപ്പം അവൻ ചോദിച്ചത് കൊടുക്കാനില്ല, പക്ഷെ നീ ചോദിക്കാത്തത്, നീ ഒട്ടും പ്രതീക്ഷിക്കാത്തത് തരാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇന്ന് ഓർക്കണം, നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്നവർക്ക് ഒരുപക്ഷെ രോഗസൗഖ്യം വേണം, ഒരുപക്ഷെ സമാധാനം വേണം, ഒരുപക്ഷെ കടം മാറണം, ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ കാര്യക്കാം. ദാറ്റ്സ് ഓക്കെ, അത് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ അവർക്ക് അത് കൊടുക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തത് കൊടുക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അത് ഏറ്റവും അന്നൊരു മുടന്തനെ സംബന്ധിച്ചോളം അവന് സൗഖ്യമായി നടക്കാൻ തുടങ്ങിയത് വലിയ കാര്യം. പക്ഷെ ഇന്ന് ഓർക്കണം, എവ്രിബഡി ഔട്ട്സൈഡ് വിത്തൗട്ട് ജീസസ് ഈസ് സ്പിരിച്വലി ലെയിം. എത്ര പേർക്കത് മനസ്സിലായി? ആത്മീയരായി മുടന്ത ഉള്ളവരായിട്ടാണ് പുറത്ത് സകലരും ഇരിക്കുന്നത്. അവരേറ്റവും വിലപിടിപ്പുള്ള കാറിലായിരിക്കും പോകുന്നത്, അവർ വിലപിടിപ്പുള്ള വസ്ത്രമിട്ട് വിലപിടിപ്പുള്ള വലിയ രീതിയിലേക്ക് അവർ നടക്കുന്നത്. പക്ഷേ ദേ ആർ സ്പിരിച്വലി ലെയിം. ഇനി ഏറ്റവും വലിയ കൊട്ടാരത്തിലും ഏറ്റവും വലിയ സമ്പന്നരെന്ന് നമ്മൾ പറയും ലോകപ്രകാരം, ദേ ആർ സ്പിരിച്വലി ബഗേഴ്സ്. എത്ര പേർക്ക് അത് മനസ്സിലായി? നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്കൊരു പേടിയാണ്. അതെ, ഞാനും നിങ്ങളും മേ ബി മെറ്റീരിയലി ഓർ നമുക്ക് അത്ര വലിയ സമ്പത്തൊന്നും കാണത്തില്ല, പക്ഷേ നമ്മളിപ്പോഴും കടത്തിലായിരിക്കും. പക്ഷേ ആത്മീയരായി നമ്മൾ സമ്പന്നരാണ്, ആത്മീയരായി നമ്മൾ സമ്പന്നരാണ്. ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച അളവിലേക്കൊന്നും കയറിയിട്ടില്ലായിരിക്കും. ഇപ്പോഴും പ്രയാസങ്ങളും പാടുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. പക്ഷേ ക്രിസ്തു ഉള്ളിലുണ്ടോ, രക്ഷയുടെ സന്തോഷം ഉള്ളിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളാണ് ശരിക്കും പറഞ്ഞ വി ആർ റിച്ച്. Poor at making many rich. പൗലോസ് പറഞ്ഞൊരു വാക്കാ, ഞങ്ങൾ ദരിദ്രരാ, പക്ഷെ അനേകരെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സമ്പന്നരാക്കുന്നു. ഇന്ന് അങ്ങനെ പറയാൻ നമുക്ക് തൻ്റെ ഇടം വേണം. അതെ പ്രൊഫസറെ, നിങ്ങൾ വിചാരിക്കുന്നില്ല, സാറേ നിങ്ങൾ വിചാരിക്കുന്നില്ല, മാഡം നിങ്ങൾ വിചാരിക്കുന്നില്ല, ഞങ്ങൾ പണക്കാരൊന്നുമല്ല, ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ വിചാരിക്കാത്ത പലത് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പോറായിരിക്കും, ഞങ്ങൾ ദരിദ്രരായിരിക്കും, പക്ഷെ ഞങ്ങൾ അനേകരെ സമ്പന്നരാക്കുന്ന ഒരു 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 ശുശ്രൂഷയാണ് ദൈവം തന്നിരിക്കുന്നത്. ഇന്നലെ ഒടുവിൽ ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. അതിന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനയിൽ അല്പസമയം ഇരുന്നപ്പം ദൈവം അത് എന്നോട് ഒന്നുകൂടെ ഓർപ്പിച്ചു. വി മേ ഹാവ് ഗുഡ് ഐഡിയാസ്, പക്ഷേ മേ നോട്ട് ബി ഗോഡ് ഐഡിയാസ്. ഒത്തിരി നല്ല ആശയങ്ങളും നല്ല പദ്ധതികളൊക്കെ നമുക്കുണ്ടാവും, പക്ഷേ ദൈവികമാകണമെന്നില്ല. നല്ലതാ, അത് ചീത്തയാണോ? അല്ല, നല്ലതാ. പക്ഷെ ദൈവം ഓരോ സീസണിൽ, ഇപ്പം സഹോദരൻ ഇവിടെ ലീഡ് ചെയ്ത് ഒത്തിരി പ്രാവശ്യം അടുത്ത സീസൺ എന്ന് പറഞ്ഞാൽ അതൊരു പ്രവചനവാക്ക് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം സഭയെ ഒരു സീസണിലേക്ക് മാറ്റിയെടുക്കുക, ഒരു സംശയം വേണ്ട. പക്ഷെ പലപ്പോഴും നമ്മൾ പഴയ സീസണിലെ ഐഡിയാസും കൊണ്ട് പുതിയ സീസണിലേക്ക് പ്രവേശിക്കരുത്. കാര്യം വേദോസിൽ ഉടനീളം നമ്മൾ അതാ കാണുന്നത്. ഒരാൾ ചെയ്തതല്ല അടുത്ത ആൾ ചെയ്തത്, ഒരു കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതല്ല അടുത്ത കാലത്ത് ചെയ്തത്.
പെട്ടെന്നാണൊരു മാറ്റം വരുന്നത്. അതുപോലെ സഭയിലും ചില മാറ്റങ്ങൾ ദൈവം പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ. പൗലോസ് ഒരിടത്ത്, അത് ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എന്തോ ദൈവത്തിൻ്റെ ആത്മാവിനോട് വീണ്ടും 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 പറഞ്ഞുകൊണ്ട് മാത്രം ഞാനത് പറയുക. ഒരിക്കൽ പൗലോസ് ഒരിടത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിടത്തോട്ട് പോകാൻ ഇങ്ങനെ മനസ്സിൽ വെച്ച് തീരുമാനിച്ച് അങ്ങോട്ട് പോവുക. പക്ഷേ അവിടെ പ്രവൃത്തികളുടെ പുസ്തകം 16 ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് 6 and 7, അപ്പോസ്തല പ്രവൃത്തിയിൽ 16 അധ്യായം 6 7, ഇത് ആരോടോ ഉള്ളൊരു പ്രവചനദൂത, ശുശ്രൂഷയിലുള്ള വല്ലവരോടും കൂടി ആയിരിക്കാം ഒരു പക്ഷേ. അവിടെ ആക്ട് 16 6 and 7 ആ വാക്യം ഇങ്ങനെയാണ്: അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാ വിലക്കിയാൽ ഫ്രുഗിയയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് ആര് വിലക്കി? പരിശുദ്ധാത്മാവ് വിലക്കുമോ? എൻ്റെ ചോദ്യം. They were forbidden by the Holy Spirit എന്നാ. Will the Holy Spirit forbid you? അല്ലേ? പരിശുദ്ധാത്മാവ് നമ്മളെപ്പോഴും നയിക്കുകയും അല്ലേ മുന്നോട്ട് ഉത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. പക്ഷേ there are times in our lives where God's Holy Spirit may hinder us, sometimes may stop us, sometimes may നമ്മളെ അനുവദിക്കത്തില്ല. നമ്മൾ വലിയ ആവേശത്തെ ശുശ്രൂഷിക്കുക. ഇവർക്ക് എന്തോ പണി? ഈ അപ്പോസ്തലന്മാർക്ക് എന്താ പണി? അവർ യേശുവിൻ്റെ നാമത്തിൽ അവർ സുവിശേഷ വേലയ്ക്ക് പോവുക, യേശുവിൻ്റെ സാക്ഷികളായിട്ട് പോവുക അവർ. പക്ഷേ പരിശുദ്ധാത്മാവ് വിലക്കുക, പോകരുതെന്ന്. നമ്മൾ ഒരുപക്ഷെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിലും അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പദ്ധതിയിടുന്ന ചില കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് ഒരു വിലക്കങ്ങിടും. ഇപ്പം ഇവിടുത്തെ ഭരണകൂടം വിലക്കിട്ടാ തീർന്നേ. നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരു വിലക്കിട്ടാ തീർന്നു അല്ലേ എന്ന് പറയുന്ന പോലെ. പക്ഷേ ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഭരണകൂടങ്ങളിലെ ന്യായപീഠ കൂടങ്ങൾ എല്ലാ വിലക്കുകളെ ഒരുപക്ഷെ ദൈവം മാറ്റിയെന്നിരിക്കും. പക്ഷേ ദൈവം ഒരു വിലക്കിട്ട ആർക്കതിനെ മാറ്റാൻ പറ്റും? ഹൈക്കോർട്ടിൽ ഒരു വിലക്ക് വന്നാൽ സുപ്രീം കോർട്ടിൽ പോയി മാറ്റാം. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഒരു വിലക്കിട്ടാൽ, ഇഫ് ഗോഡ് ഫോർബിഡ്സ് യു, വാട്ട് വിൽ യു ഡു? ആ വിലക്ക് മാറാൻ വേണ്ടി ഉപവസിക്കുമോ? പക്ഷേ ഇന്ന് സത്യം പറയട്ടെ, ദൈവം ഇടുന്ന ചില വിലക്കുകൾ മാറാൻ വേണ്ടി നമ്മൾ കിടന്ന് ഉപവസിക്കുക. എന്നതിനത് പറയുന്നത് എനിക്കും അറിയത്തില്ല. കോവിഡ് വന്നപ്പോൾ എല്ലാവരും കോവിഡ് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കോവിഡ് അങ്ങ് മാറിപ്പോയി എന്ന് പറയാം. പക്ഷേ ആ കോവിഡിലൂടെ ഉണ്ടായ വലിയ അനുഗ്രഹങ്ങളുണ്ട് സഭയ്ക്ക്. ശരിയല്ലേ? ലോട്ട് ഓഫ് പീപ്പിൾ ലോസ്റ്റ് ദെയർ ലൈഫ്സ്. ഒത്തിരി പേർക്ക് അവരുടെ ജോലി പോയി, ഒത്തിരി പേർക്ക് കഷ്ടം വന്നു, ഒത്തിരി. അതൊക്കെ ഒരു വശം. മറുവശത്ത് ഇന്ന് ദൈവസഭയുടെ മാത്രം ഒരു കണക്കെടുത്താൽ, ആഫ്റ്റർ ദ കോവിഡ് മെനി ചർച്ചസ് വർ ക്ലോസ്ഡ്. അറ്റൻഡൻസ് ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്തു ചർച്ചിൽ. അതൊക്കെ ഒരു വശം. വരുമാനമില്ലാതെ പോയി, പാസ്റ്റർമാർ പണി നിർത്തി വേറെ പണിക്ക് പോയി. മറുവശത്ത് ലേറ്റസ്റ്റ് പറയുന്നത് thousands and thousands of people came to the Lord. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും, കൂട്ടി യോജിപ്പിക്കും, കൂട്ടി ഇണക്കിത്തരും. തിന്മ എന്ന് എല്ലാവരും പറയുമ്പോഴും, നഷ്ടമെന്ന് എല്ലാവരും പറയുമ്പോഴും ദൈവം അതിനെ നന്മയാക്കി തീർക്കും, നന്മയാക്കി തീർക്കും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തത് 7-ാം വാക്യം. മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. ഒരിടത്ത് എത്തി വേറൊരിടത്തോട്ട് പോകാൻ ശ്രമിക്കുന്നു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ബട്ട് ദ സ്പിരിറ്റ് ഡിഡ് നോട്ട് പെർമിറ്റ് ദം. നേരത്തെ ഫോർബിഡ് ചെയ്തു എന്ന് പറഞ്ഞു, ഇപ്പം പെർമിറ്റ് ചെയ്യുന്നില്ല. ചില കാര്യങ്ങൾ ചെയ്യാൻ പരിശുദ്ധാത്മാവ് പെർമിറ്റ് ചെയ്യത്തില്ല ദേവദാസന്മാരെ, സൗരിമാരെ. ചില കാര്യങ്ങൾ ദൈവം പെർമിറ്റ് ചെയ്യത്തില്ല. പക്ഷെ ദൈവം പരിശുദ്ധാത്മാവ് അവരെ തടഞ്ഞത് എന്തിനാണെന്നറിയാമോ? അല്പം താഴോട്ട് വന്നാട്ടെ, എൻ്റെ 9-ാം വാക്യം. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോനിക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു. നീ മക്കദോനിക്ക് കടന്നു വന്നു ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. 2 വാക്യം കഴിഞ്ഞപ്പം ഉറക്കത്തിൽ കിടന്നപ്പോൾ പൗലോസ് ഒരു ദർശനം കാണുന്നു. എന്താണ്? ഒരു വിഷൻ അല്ലേ, ഒരു ദർശനം. എന്താണ്? ഒരു മാസഡോണിയക്കാരൻ വന്നിട്ട് ഞങ്ങളെ വന്ന് സഹായിക്കണമെന്നൊരാളിങ്ങനെ അപേക്ഷിക്കുന്നതായിട്ട് ഒരു ദർശനം കണ്ടു. അടുത്ത വാക്യം. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു.
ഞങ്ങൾ ഉടനെ മക്കതോനിക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. ഞങ്ങൾ മക്കതോന്യക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്ന എങ്ങോട്ടാ? പക്ഷേ ഇപ്പം അത് ക്യാൻസലായിപ്പോയി. റീഫണ്ട് പോലും കിട്ടിയില്ല, മൊത്തം നഷ്ടമായി. ചില ടിക്കറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്യും പ്രിയപ്പെട്ടവരെ. നിങ്ങളൊരു പക്ഷേ PR അപ്ലൈ ചെയ്ത് സിറ്റിസൺഷിപ്പും വല്ലതും ചോദിച്ച് ഈ പറഞ്ഞ നാട്ടിലെ വീടും വിറ്റ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ പരിശുദ്ധാത്മാവ് വിലയ്ക്കാൻ നിങ്ങൾ പോവോ? ഇപ്പം ദൂത് കുറച്ചുകൂടെ ക്ലിയർ ആവുന്നില്ലേ? പരിശുദ്ധാത്മാവ് വിലയ്ക്കാൻ പോകരുത്. 2 വാക്യം കഴിയുമ്പം നിങ്ങൾക്കൊരു ദർശനം ദൈവം തരും. നിങ്ങൾക്കൊരു ദർശനം ദൈവം തരും. പക്ഷെ ആ ദർശനം നിങ്ങളുടെ മനസ്സിൽ കൂടെ നേരത്തെ പോയതുമല്ല, നിങ്ങളുടെ അജണ്ടയിലേ ഇല്ലാത്തൊരു കാര്യം. ആ സ്ഥലവും നിങ്ങൾക്ക് പുതിയതാ. ഈ പറയുന്ന ആ ആളിൻ്റെ മുഖവും ഊഹിച്ചു ഇത് ഏത് നാട്ടുകാരനാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ അടുത്തങ്ങോട്ട് പിന്നെ അങ്ങോട്ട് വായിക്കും, അത് ചരിത്രമോ എന്താണെന്നറിയാമോ? 15-ാം വാക്യം. പോൾ ഹാഡ് ഓൾദോ ഡിഫറെൻറ്റ് പ്ലാൻസ്. പക്ഷേ അതെല്ലാം വിട്ടിട്ട് നഷ്ടകഷ്ടങ്ങളെല്ലാം സഹിച്ച് മാസിഡോണിലേക്ക് മക്കതോനിലേക്ക് പോയി. അവിടെ ചെന്നപ്പം ആ കൂടി ഒരു പ്രയർ മീറ്റിംഗ് ആദ്യം കൂടിയത് കുറേ സഹോദരിമാർ മാത്രമോ, ഒരു പുഴവക്കത്ത്. പക്ഷെ എന്തു പറ്റി? 15-ാം വാക്യം. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം. അതിൻ്റെ അർത്ഥം അവിടെ ചെന്നത് ഫസ്റ്റ് കൺവേർട്സ് ആരാണ്? ഒരു നല്ല ഭക്തയായ ഒരു സഹോദരി. അവളും കുടുംബവും സ്നാനപ്പെട്ടു. പക്ഷേ അടുത്ത 22-ാം വാക്യമ്പോഴത്തേക്ക് അപ്പോൾ ഒരു സഹോദരി കിട്ടി. സഹോദരി ഇച്ചിരി ചില്ലറക്കാരിയല്ല, കാര്യമൊക്കെ കൊള്ളാം, മിടുക്കിയ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്, അത്യാവശ്യം ചക്രമുണ്ട്. ഒരു വീട് തുറന്നു കിട്ടി, സഭ തുടങ്ങാം, ശുശ്രൂഷ ആരംഭിക്കാം. അങ്ങനെ ശുശ്രൂഷയൊക്കെ ആരംഭിച്ചപ്പോഴത്തേക്കും നാട്ടിലെ സഭയിലേക്ക് ഉടൻ റിപ്പോർട്ട് അയച്ചു, ഇവിടെ വന്നിരുന്നുണ്ട് ഇന്ന് സ്നാനമായിരുന്നു, ഇത്ര പേര് സ്നാനപ്പെട്ടു, ഇന്ന് ഞങ്ങൾ അത് കഴിഞ്ഞ് ഞായറാഴ്ച ആരാധനയും തുടങ്ങി നടത്തി എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തിലാണ്. 22-ാം വാക്യം അവരുടെ നേരെ ഇളകി. സന്തോഷം പെട്ടെന്ന് അസ്തമിച്ചു. പുരുഷാരം അങ്ങ് ഇളകി. എന്നിട്ട് എന്ത് പറ്റി? അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. നോക്കണേ, അതിന് പ്രശ്നം എന്തായിരുന്നു അറിയാമോ? ഒരു ഭൂതം ബാധിച്ച ഒരു അടിമപ്പെണ്ണിന് എന്ത് ചെയ്തു? അവളെ വിടുവിച്ചു. അതായിരുന്നു എൻ്റെ കാര്യം. പക്ഷേ അവൾ വിടുവിക്കപ്പെട്ടപ്പം അവളുടെ യജമാനന്മാർക്ക് കോപമായി. അവരെന്ത് ചെയ്തു? അവരാണ് ഇളക്കി. 22-ാം വാക്യത്തിൽ എന്ത് ചെയ്തു? അടുപ്പിച്ചു എന്ന് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കും 22-ാം വാക്യത്തിൽ എവിടെ കൊണ്ട് തട്ടി? അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി ജയിലിലാക്കി, റിമാൻഡ് ചെയ്തു. അപ്പോൾ ഒരു ചോദ്യം, മര്യാദയ്ക്ക് ഏഷ്യയെ പോകാൻ പോയതാ, പരിശുദ്ധാത്മാവ് പോകണ്ടെന്ന് പറഞ്ഞ് ഒരു സ്വപ്നം കണ്ടു. അതൊരു സ്വപ്നമല്ല, ഒരു ദർശനം. അത് ദൈവത്തിൽ നിന്നാണെന്ന് നിശ്ചയിച്ച് പ്ലാൻ മാറ്റിപ്പോയി. പോയത് തുടക്കം നല്ലതായിരുന്നു, ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ കണ്ടു. പക്ഷെ പെട്ടെന്നാണ്, അവിടെയും പെട്ടെന്നാ ഒരു ഉപദ്രവം ഉണ്ടായതാ. എവിടെ വന്ന് ലാൻഡ് ചെയ്തു? കാരാഗ്രഹത്തിൽ. ചിലപ്പോഴെങ്കിലും ഇതും അതിൻ്റെ ഭാഗമാണ്. പരിശുദ്ധാത്മാവ് ഒരിടത്ത് വിലക്കി മറ്റൊരിടത്തേക്ക് നമ്മളെ പറഞ്ഞു വിടുമ്പം, ഈവൻ ദോ വി മേ സീ ഇൻസ്റ്റന്റ് റിസൾട്ട്സ്, സംടൈംസ് ഫോളോയിങ് ദാറ്റ് വി മേ ഹാവ് ടു ഗോ ത്രൂ പെർസിക്യൂഷൻ. ചിലപ്പം ചില പ്രതീക്ഷിക്കാത്ത കഷ്ടങ്ങൾ, പ്രതീക്ഷിക്കാത്ത ഉപദ്രവങ്ങൾ, തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കും. പക്ഷെ അവിടെയും ഭയപ്പെടേണ്ട. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആ ഭാഗം തന്നെയാണ്. ആ ജയിലിൽ കിടന്നുകൊണ്ട് ആരൊക്കെയാ? പൗലോസും ശീലാസും. രാത്രിയിൽ എന്ത് ചെയ്തു? അവർക്ക് ഉറക്കം വരുന്നില്ല. കാര്യം നല്ലോണം അടി കിട്ടി, ദേഹമൊക്കെ മുറിവൊളി ചോരയൊലിക്കുന്നുണ്ട്. കൈയും കാലും ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യമില്ലാതെ ആമത്തിലും ചങ്ങലയിലുമായി. പക്ഷെ ആ രാത്രി അവരെന്ത് ചെയ്തു? അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. അവർ ഒത്തിരി ഒച്ച വെച്ച് പാടി ബഹളം വെച്ചെന്ന് അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ അവർ ദൈവത്തെ, അങ്ങയുടെ നാമനിമിത്തം കഷ്ടത അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലപ്പാ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? അവർ പാടി. ചുറ്റുമുള്ള തടവുകാരെല്ലാം ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് നോയ്സൻസ് ആയിട്ടല്ല തോന്നിയത്. അവർ ശ്രദ്ധിച്ചു, ജീവന്മാർക്ക് ഇതെങ്ങനെ പാടാൻ പറ്റും? നമുക്കൊക്കെ ആണെങ്കിൽ ഇത് ചിന്തിക്കാൻ വയ്യ. അമ്മമാർക്ക് കിട്ടിയ അടി ഞങ്ങളും കണ്ടതാ. എന്നിട്ട് അമ്മമാരുടെ പാടി അവരുടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പാട്ട് എവിടെ ചെന്നു? ആ തടവുകാരുടെ ചെവിയിലല്ല പാട്ട് ചെന്നത്, അതങ്ങ് മേളിൽ ചെന്ന് സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിലേക്ക് ആ പാട്ട് ചെന്നപ്പം സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ വയ്യ. സ്വർഗം അങ്ങ് തീരുമാനിച്ചു, ഓക്കെ, അങ്ങ് തുറന്നു. എന്തു പറ്റി? ഒരു ഭൂകമ്പം ഉണ്ടായി. കയ്യിലെ കാലിലെ ചങ്ങലയൊക്കെ പോയി. അവരുടെ മാത്രമല്ല, അത് എല്ലാവരുടെയും ചങ്ങല പോയി. എല്ലാം കൂടെ കുലുങ്ങി. അവസാനം ഈ ചവിട്ടി നടയടച്ച്, ഞങ്ങളുടെ പൂജപ്പര ജയിലിലൊരു പരിപാടിയുണ്ട്. ആദ്യം വരുന്നവൻ എന്ത് ചെയ്യും?
നടയടച്ച അകത്തോട്ട് കയറ്റാൻ തുടങ്ങി. നല്ലൊരു ചവിട്ട് കൊടുത്ത് അകത്തോട്ട് എടുത്തിടുന്നത്. അങ്ങനെ ചവിട്ടി കയറ്റിയ പാർട്ടി ഇതേ ഇവരുടെ കാലി വന്ന് വീണ് കിടന്നിട്ട് ചോദിക്കുക, സേഴ്സ്, ഈ ജയിലർ ഇവന്മാർ വന്നപ്പോൾ എന്തുമായിരിക്കും ആദ്യം വിളിച്ചത്? ഇപ്പോഴെന്തോ വിളിക്കുന്നത്? സത്യം പറഞ്ഞ ആരാ യജമാൻ? ജയിലറല്ലേ? ഒരു ജയിൽ സൂപ്രണ്ടാണ് യജമാനൻ. ഇവർ വെറും തടവുള്ളികളാണ്. പക്ഷേ തടവുള്ളിയുടെ കാലി വന്ന് വീണിട്ട് യജമാനായവൻ ചോദിക്കുക, യജമാനന്മാരെ നോക്കണേ, ഇതാണ് ദൈവം ചെയ്യാൻ പോകുന്ന അന്ത്യകാല, ഇതൊക്കെ അന്ത്യകാല ഉണർവ്, ഇതൊക്കെ അന്ത്യകാല ഉണർവ്. ഇനിയുള്ള കാലങ്ങളിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. This is going to literally happen. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പലരും വന്ന് കാലി വീഴും. കാര്യം അവർ ദൈവ പ്രവൃത്തി കാണും. അതുകൊണ്ട് എന്തു പറ്റി? അതിന് 33-ാം വാക്യമായപ്പോഴത്തേക്കും അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി ആ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ താനും തനിക്കുള്ളവരൊക്കെയും താമസിയാതെ എന്ത് ചെയ്തു? സ്നാനമേറ്റു. Why was Paul in a hurry to baptize the new convert in the same night? അന്ന് രാത്രി തന്നെ സ്നാനപ്പെടുത്തണമെന്ന് ഇത്ര നിർബന്ധം പൗലോസിന് എന്താ? ഞാൻ സ്നാനത്തിന് ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇവിടെയും ചോദിച്ചേക്കാം. ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ, യേശുവിനെ അറിഞ്ഞാൽ സ്നാനപ്പെടാൻ എത്ര സമയം വരെ താമസിക്കും? ഇതൊരു കുടുക്കു ചോദ്യമാണേ, ശ്രദ്ധിച്ചു പറയണം. അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാൻ ഏറ്റവും കൂടുതൽ താമസിച്ച വ്യക്തി ആരാ? ക്വിസ്. പൗലോസ് തന്നെ. എത്രയായിരുന്നു താമസിച്ചത്? അത് എന്തുകൊണ്ടാണ് താമസിച്ചത്? അങ്ങയുടെ കുഴപ്പമല്ല, സ്നാനപ്പെടുത്താനുള്ള ആൾ തല്ലിക്കൊന്നാ വരത്തില്ല. അയാളോട് ഒരു അനന്യാസ് എന്ന് പറഞ്ഞൊരു സാധാ വിശ്വാസമുണ്ട്. അയാളെയാണ് ദൈവം നിയോഗിച്ചത്. അനന്യാസ്, ഗോ, ഈസ് റെഡി ഫോർ ബാപ്റ്റിസം, ഗോ ബാപ്റ്റൈസ് ഹിം. ഇയാൾ തല്ലിക്കൊന്നാ പോകത്തില്ല. ഇദ്ദേഹം ദൈവത്തോട് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നോട്ട് സോ ലോർഡ്. എന്താണ് പറയുന്നത്? അങ്ങനെയല്ല കർത്താവേ. വിളിച്ചതെന്താ? കർത്താവേ. എന്താണ് പറയുന്നത്? അങ്ങനെയല്ല. ആരാ ഇതിപ്പോൾ പഠിപ്പിക്കുന്നത്? ഇപ്പം ഇതാ നമ്മുടെയും പ്രശ്നം. നമ്മൾ മോശമൊന്നുമല്ല അല്ലേ? അനന്യാസ് അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മളും അത് തന്നെയാണ്. നമ്മളോട് എന്തെങ്കിലും ഇതിങ്ങനെ പറഞ്ഞ, അങ്ങനെ അല്ല കർത്താവേ, എനിക്കൊരു പ്രവചന ദൂത് പണ്ട് കിട്ടിയിട്ടുണ്ട്, അത് അങ്ങനെ അല്ലായിരുന്നു, ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ച് പിടിച്ച് പോകാനിരിക്കും, എന്നിട്ട് ഇപ്പം നീ പറയുന്നത് ഇങ്ങനെയാന്ന്. അങ്ങനെ അല്ല കർത്താവേ. ഇങ്ങനെ തർക്കിച്ച് ഇയാൾ അനങ്ങി ഇങ്ങ് വന്നപ്പോഴത്തേക്ക് 3 ദിവസമായി. ഈ പാവത്താനാണെങ്കിൽ കഴിക്കുക പോലല്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല. വന്ന പാടെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒന്ന് പ്രാർത്ഥിച്ചു, ഏതാണ്ട് കണ്ണിൽ നിന്ന് വീണു, കൊണ്ടുപോയി സ്നാനപ്പെടുത്തി. പിന്നാണ് ഭക്ഷണം കഴിച്ചത്. അന്ന് പൗലോസ് ഒരു തീരുമാനം ജീവിതത്തിൽ എടുത്തു, ഞാൻ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട അടുത്ത നേരം ഞാൻ സ്നാനപ്പെടുത്തും. അതുകൊണ്ടാണ് അന്ന് രാത്രി തന്നെ ഇവരെ കൊണ്ട് മുക്കിയത്. Why was Paul in a hurry to baptize them? ഇത്രയും ദൈവപ്രവൃത്തി കണ്ട ആ ജയിലർ ഇനി വിട്ടുപോകത്തില്ല, ഉറപ്പാ അല്ലേ? പക്ഷേ പൗലോസിന് പറ്റത്തില്ല. അതല്ല എൻ്റെ വിഷയം. എനിക്ക് പറ്റിയത് ഇയാൾക്ക് പറ്റരുത്. രാത്രി തന്നെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി. നിങ്ങൾ പറയും താമസിയാതെ സ്നാനപ്പെട്ടെന്നല്ലേ? രാത്രി എന്നാര് പറഞ്ഞു? അടുത്ത വാക്യം വായിച്ചേ, നേരം പുലർന്നപ്പോൾ. അതിൻ്റെ അർത്ഥം നേരം വെളുക്കുന്നതിന് മുമ്പ് സ്നാനപ്പെടുത്തി കഴിഞ്ഞു. ഇനി വിളിക്കുന്നവരോട് ചോദ്യം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, രക്ഷിക്കപ്പെട്ട് എത്ര ആളായി? 3 മാസം, 3 വർഷം, 30 വർഷമായിട്ടും സ്നാനപ്പെടാത്തവരെ എനിക്കറിയാം. പക്ഷേ ആ പൗലോസ് നമുക്കൊരു മാതൃകയാണ്. കർത്താവിനെ കണ്ടെത്തിയാൽ പിന്നെ സ്നാനപ്പെടാൻ താമസിക്കരുത് പ്രിയപ്പെട്ടവർ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഓൺലൈനിലാണെങ്കിൽ പോലും രക്ഷിക്കപ്പെട്ടിട്ട് കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുവാനായിട്ട് നിങ്ങൾ താമസിക്കുന്നുവെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇന്ന് രാത്രി നിങ്ങളോട് ദൈവത്തിൻ്റെ ശബ്ദം വരുന്നത്. ഇനി ഒന്നും ചോദിക്കണ്ട, ഇനി തർക്കിക്കണ്ട, ഇനി അറച്ചു നിൽക്കണ്ട, മടിച്ചു നിൽക്കണ്ട, ഇനി ഈഗോ ഒക്കെ അങ്ങ് വിട്ടേരെ. ഭാര്യ പോയി ആദ്യം മുങ്ങി, ഇനി ഇവളുടെ പുറകെ പോയി ഞാൻ മുങ്ങണോ? അതൊക്കെ അങ്ങ് വിട്ടേരെന്ന്. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് നിങ്ങളോടുള്ളത്. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്ത സ്നാനം എന്നാ പാസ്റ്റർ ഇവിടെ, അത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ, അടുത്ത് എവിടെ ഒരു സ്നാന ശുശ്രൂഷയുണ്ടോ അതിൽ പോയി സ്നാനപ്പെട്ടോണം പ്രിയപ്പെട്ടവരെ. കാരണം കർത്താവ് വരാൻ സമയമായി, അന്ത്യകാല ഉണർവിൻ്റെ തുടക്കമായി. അതിലേക്ക് ഈ പറഞ്ഞ പോലെ സ്നാനപ്പെട്ട് ഈ കണ്ണിൽ നിന്ന് ചെതുമ്പൽ വീണ മനുഷ്യനാണ് പിന്നുള്ള ലേഖനങ്ങൾ കൂടുതൽ എഴുതി തന്നതെന്ന് ഓർക്കണം. അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ ഏതർത്ഥത്തിലെടുത്ത് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് അറിയുന്നില്ല. പക്ഷെ അതിന് നിങ്ങൾ അനുസരണത്തിൻ്റെ ആദ്യ പടി വയ്ക്കണം. ഹല്ലേലൂയ. ദൈവത്തോട് മറുതലത്തിൽ നിൽക്കരുത്. ദൈവത്തോട് ഈ പറഞ്ഞ പോലെ മസില് പിടിച്ച് നിൽക്കരുത്. ദൈവത്തോട് പുറംതിരിഞ്ഞ് നിൽക്കരുത്. ദൈവം ചിലതിനായി കണ്ടിട്ടുണ്ടെങ്കിൽ
എന്തോ ഇതൊരു പ്രവചന ദൂതുപോലെ ചിലരോട് ദൈവം പറയുക. ദൈവം ചിലതിനായി ചിലരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ഇനിയുള്ള കാര്യം ചെയ്യേണ്ടത് ദൈവമല്ല, നിങ്ങളാണ്. അതെന്തു പടി നിങ്ങൾ എടുക്കണം? അനുസരണത്തിൻ്റെ ആദ്യ പടി എടുക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ അനുസരണത്തിൻ്റെ പടികളെടുത്ത് ദൈവമുമ്പാകെ നിങ്ങൾ താണിരിക്കുമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഇത്രയും നാൾ അധ്വാനിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന വിഷയം ഇങ്ങനൊരു പുകമഞ്ഞ് പോകുന്ന പോലെ അങ്ങ് പോവും. പക്ഷെ അടുത്ത ദൈവപ്രവൃത്തിയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കയറ്റും. അതാണ് നേരത്തെ സഹോദരൻ പറഞ്ഞ അടുത്ത സീസൺ. ഇനിയുള്ള അടുത്ത സീസൺ അതാ. നിങ്ങൾ ഇത്രയും നാൾ ഭാരപ്പെട്ടത് ആര് കല്ലുരുട്ടിക്കളയും എന്ന് ഭാരപ്പെട്ടു വന്നു. പക്ഷെ അവിടെ നമുക്ക് കല്ലുരുട്ടി കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം ദൈവം മാറ്റിക്കഴിഞ്ഞു. ദൈവം അത് മാറ്റിക്കഴിഞ്ഞു. നിങ്ങൾ അതിനുവേണ്ടി എത്ര പ്രാർത്ഥിച്ചു, എത്ര ഉപസിച്ചു, എത്ര വ്യാകുലപ്പെട്ടു, എത്ര ചഞ്ചലപ്പെട്ടു, എത്ര പേരോട് പറഞ്ഞു. ഇനി അത് പറയണ്ട. God has already rolled the stone. ദൈവം അത് ചുരുട്ടി മാറ്റിക്കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനോട് ചേർന്ന് പൗലോസിന്റെ ഈ അനുഭവത്തോട് ചേർന്ന് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കുറിച്ച് വെച്ചിട്ടുണ്ട്. The power of God is always found where the Spirit leads you. The power of God is always found where the Spirit leads you. കുറിക്കേണ്ട ഒരു കുറിച്ചോണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എവിടെ കാണപ്പെടുമെന്ന് ചോദിച്ചാൽ നിങ്ങളെ ദൈവം നയിക്കപ്പെടുന്നിടത്ത് കാണും. ദൈവം നയിക്കാത്തടത്ത് പോയി നിന്നാൽ, ദൈവം പറയാത്ത കാര്യം ചെയ്താൽ അവരുടെ പവർ ഓഫ് ഗോഡ് അവൈലബിൾ ആണെന്ന് പറയരുത്. അത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. എവിടെയോ കേട്ടത് തെറ്റിപ്പോയി, അല്ലാന്നുണ്ടെങ്കിൽ കേൾക്കേണ്ടത് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ കേട്ടത് സൗകര്യപൂർവ്വം അനുസരിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് കാണുന്നില്ല? ദൈവശക്തി കാണുന്നില്ല. എന്നിട്ട് പിന്നെയും കിടന്ന് കരയുക, അയ്യോ ദൈവശക്തി കാണണേ, ദൈവശക്തി കാണണേ. കർത്താവ് പറയും ദൈവശക്തിയൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ പറയുന്നിടത്തേ ദൈവശക്തിയുള്ളൂ. ഞാൻ പറയുന്നത് നീ അനുസരിക്കുമ്പോഴാണ് ദൈവശക്തി നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ദൈവശക്തി അനുഭവിക്കാതിരിക്കുന്നെങ്കിൽ പ്ലീസ് 2 കൈയും കൂപ്പിക്കൊണ്ട് പറയുക, ഒന്ന് ചെക്ക് ചെയ്യുക. ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതിരിക്കുന്നുണ്ടോ? എന്തോ ദൈവത്തിൻ്റെ ആത്മാവ് ആരോടോ എന്തോ പറയുന്നുണ്ട്. ഒരിക്കലും ഒരു അൺയൂഷ്വൽ ഒരു വേ ദ ലോർഡ് ഇസ് ലീഡിങ് യു. എവ്രിതിങ് ഗോഡ് ഗിവ്സ് us is to give away. ദൈവം നമുക്ക് തരുന്ന സകലതും മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കാനാണ്. എത്ര പേര് അതിൻ്റെ ആമേൻ പറയും? കിട്ടുന്നതെല്ലാം നമുക്കായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്വാർത്ഥരാണ്. അത് വെറും ലോകമനുഷ്യരുടെ രീതിയാണ്. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അത് അവർ പിടിച്ചു വയ്ക്കും, വേറൊരു ആൾക്ക് കൊടുക്കത്തില്ല. പക്ഷേ ഇന്ന് സ്പിരിച്വലി ഈ ഗ്രോണപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ കിട്ടുന്നത് ഒരിക്കലും കൊടുക്കത്തില്ല. ഇന്ന് നമുക്ക് ദൈവം തന്നിട്ടുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്. പക്ഷേ മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് വി മസ്റ്റ് റിസീവ് ഇറ്റ്. നമുക്കെന്തെങ്കിലും ഉണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ. ഇന്ന് സഭകളിൽ പ്രത്യേകിച്ച് ഞാൻ കാണുന്നൊരു കാര്യം, സഭകൾ തന്നെ ബാങ്ക്രപ്റ്റാണ്. പിന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും? മറ്റുള്ളവരെ സമ്പന്നരാക്കാനാണ് ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്, അല്ലേ? അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വി ഹാവ് റിസീവ്ഡ് സം കൈൻഡ് ഓഫ് സ്പിരിച്വൽ ഹീലിംഗ്. ശരിയാണോ? നമുക്കൊരു ആത്മീയ സൗഖ്യം വന്നിട്ടുണ്ട്, നമുക്കൊരു ആത്മീയ വിടുതൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദൈവമക്കളായി തീർന്നത്. ശരിയല്ലേ? അങ്ങനെ എല്ലാ ദൈവമക്കളായ ആരിലൂടെ ഉണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ആത്മീയ സൗഖ്യം പ്രാപിക്കണം, അല്ലേ? സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് സ്പിരിച്വൽ ഹീലിംഗ്. സംശയമുണ്ടോ? എന്താണ് ഈ രക്ഷ എന്ന് പറയുന്നത്? അത് ആത്മീയ സൗഖ്യമാണ്. ആത്മീയ സൗഖ്യം, ആന്തരിക സൗഖ്യം വേറെയുണ്ട്, ശാരീരിക സൗഖ്യം വേറെയുണ്ട്, പക്ഷെ ആത്മീയ സൗഖ്യമുണ്ട്. അതാണ് സ്പിരിച്വൽ ഹീലിംഗ്. അതിനെയാണ് സാൽവേഷൻ നമ്മൾ പറയുന്നത്, അല്ലേ? അതേപോലെ തന്നെ ഇനിയും ഹീലിംഗ് ഫ്രം ഫിയർ, ഹീലിംഗ് ഫ്രം ആങ്കർ, ഭയത്തിൽ നിന്നുള്ള മോചനം ലഭിച്ചവരുണ്ട്, അല്ലേ? കോപത്തിൽ നിന്നുള്ള മോചനം ലഭിച്ചവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ നമുക്കൊരു വിടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വിടുതൽ അനേകർക്ക് കൊടുക്കുവാൻ ദൈവം നമ്മൾ ഉപയോഗിക്കും. ഞാനീ പറഞ്ഞത് സിമ്പിൾ ട്രൂത്ത്സ് ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അത് എങ്ങനെ എടുക്കുന്നത് എനിക്കറിയത്തില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അയ്യോ, അറിയുന്ന കാര്യം തന്നെയാണ്. ഇന്ന് ഒന്നുകൂടെ എന്തോ പറഞ്ഞൊന്ന് അരക്കിട്ട് ഉറപ്പിച്ച് ദൈവം നമ്മോട് പറയുക. അനേകർ നമുക്ക് ചുറ്റും ഈ സൗഖ്യം വേണ്ടുന്നവരുണ്ട്, പക്ഷെ അവർക്ക് ഈ സൗഖ്യം കൊടുക്കുവാൻ ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള കാര്യം ഓർക്കണം.
ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആ ഹ്യൂമൻ ലവിങ് ചാനൽസ് നമ്മൾ ആവണമെങ്കിൽ ഒന്ന്, ഈ റിസോഴ്സസിനോട് നമുക്ക് ആക്സസ് ഉണ്ടായിരിക്കണം. എന്താണ്? ഈ സ്വർഗീയ വിഭവങ്ങൾ നമ്മൾ അറിയണം. ഇതെവിടെ ഉണ്ടെന്നറിയണം. അവിടേക്ക് കയറി ചെല്ലുവാനുള്ള പ്രാഗൽഭ്യം ഉണ്ടാണ്. വി ഷുഡ് ഹാവ് ആക്സസ് ടു ദി റിസോഴ്സസ് ഇൻ ഹെവൻ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു പാട്ട് പറഞ്ഞല്ലോ, സ്വർഗീയ ഭണ്ഡാരത്തിന് എന്നെ കാവലാക്കി സ്തോത്രം എന്നൊരു പാട്ടുകാരൻ എഴുതിയ പോലെ ഈ സ്വർഗീയ ഭണ്ഡാരത്തിൽ എന്തൊക്കെയുണ്ടെന്നും അല്ലേ, അവിടേക്ക് ചെന്ന് എനിക്ക് ധൈര്യത്തോടെ കയറി ചെന്ന് അവിടെ നിന്ന് എടുത്ത് കൊടുക്കാനുള്ള ഒരു പ്രാഗൽഭ്യവും ആ ഒരു പ്രവേശനവും എനിക്കുണ്ടാവണം. അപ്പോസ്തലൻ എന്താ പറയുന്നത്? നമുക്ക് മഹാപുരോഹിതൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നമുക്ക് ആ പ്രാഗൽഭ്യമുണ്ട്. വി ഹാവ് കോൺഫിഡൻസ് ടു ഗോ ദെയർ എന്ന പുതിയ നിയമ വിശ്വാസിക്ക് ക്രൂശിലൂടെ യേശു നമുക്ക് തുറന്നു തന്ന പുതിയ വഴിയിലൂടെ നമുക്ക് എപ്പം വേണേലും കയറി ചെല്ലാം. അല്ലേ? നമുക്ക് എപ്പം വേണേലും കയറി ചെല്ലാം. നമുക്ക് കരുണ ലഭിക്കാൻ അല്ലെങ്കിൽ സഹായത്തിനായിട്ട് ഏത് സമയത്തും നമുക്ക് ഓടിച്ചെല്ലാനുള്ള പ്രാഗൽഭ്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പം വി ഷുഡ് നോ ദ ഡിവൈൻ റിസോഴ്സസ് പേഴ്സണലി. അതാണ് നല്ല ഓർക്കണം, പേഴ്സണലി. സ്വർഗത്തിലെ വിഭവങ്ങൾ വ്യക്തിപരമായി നമ്മൾ അറിയണം. പ്രാർത്ഥിക്കുന്ന അവർ മാത്രമല്ല, നമ്മുടെ ദൈവദാസന്മാർ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും പേഴ്സണലി അറിയണം സ്വർഗീയമായി എന്തൊക്കെയുണ്ടെന്ന്. രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടുന്നൊരു ക്വാളിറ്റിയാണ്, യു ഷുഡ് സീ ദ ഹ്യൂമൻ നീഡ്സ് കമ്പാഷനേറ്റ്ലി. എന്താണ്? താഴെ ഒരു ആവശ്യക്കാരനെ കാണുമ്പം നിങ്ങളുടെ മനസ്സലിയണം. അതായത് ഒരു രോഗിയെ കണ്ടാൽ മനസ്സലിയണം. ഒരു പ്രശ്നത്തിലൂടെ പോകുന്നൊരു കുടുംബത്തെ കണ്ടാൽ മനസ്സലിയണം. അല്ലേ? പിശാചിനാൽ ബന്ധിക്കപ്പെട്ടു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ നിങ്ങളുടെ മനസ്സുരുകണം. പ്രിയപ്പെട്ടവരെ, യേശു എവിടെയെല്ലാം ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടോ അതിന് ഒറ്റ കാരണമേ ബൈബിളിൽ കാണുന്നുള്ളൂ. എന്താണ്? യേശുവോ മനസ്സലിഞ്ഞിട്ട് സൗഖ്യമാക്കി, യേശുവോ മനസ്സലിഞ്ഞിട്ട് ഉയർപ്പിച്ചു, യേശുവോ മനസ്സലിഞ്ഞിട്ട് അവർക്ക് അപ്പം കൊടുത്തു. ഇന്ന് എനിക്ക് നിങ്ങൾക്കും കുറവായിരിക്കുന്ന ഒരു കാര്യം അതാ. എന്താണ്? മനസ്സലിവ് അല്പം കുറവുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രികാലം വി ഷുഡ് ഹാവ് ദ കമ്പാഷൻ ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് ആ യേശുവിൻ്റെ മനസ്സലിവ് നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. ഇംഗ്ലീഷിൽ മറ്റൊരു പദമുണ്ട്, നമ്മളത് ഒത്തിരി ഉപയോഗിക്കുന്ന പദം. എന്താണെന്നറിയാമോ? സിമ്പതി. പക്ഷെ നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ സിമ്പതി എന്നൊരു വാക്കില്ല, കമ്പാഷനേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയും, കമ്പാഷൻ ഈസ് ഡിവൈൻ, സിമ്പതി ഹ്യൂമൻ. നമ്മൾ ആരെ അയ്യോ കഷ്ടമുണ്ട്, ഇത് ഈ പറയാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? നമ്മൾ എന്ത് കണ്ടാലും അയ്യോ കഷ്ടമുണ്ട് കേട്ടോ, ഈ കഷ്ടമുണ്ട് കേട്ടോ എന്ന് ഇങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം? വല്ല ഗുണമുണ്ടോ അവർക്ക്? പക്ഷേ യേശുവിൻ്റെ മനസ്സിലിവനിക്കുണ്ടെങ്കിൽ ഞാനിങ്ങനെ കഷ്ടമുണ്ടെന്ന് പറയത്തില്ല, അടുത്ത പ്രവൃത്തി ഞാൻ ചെയ്യും. യേശു എന്നിലൂടെ പ്രവർത്തിക്കും. നമ്മുടെ മുമ്പിൽ ഇനിയൊരു രോഗി വന്നാൽ, നമ്മുടെ മുമ്പിൽ ഇനിയൊരു പ്രയാസമുള്ള ആൾ വന്നാൽ നമ്മൾ കഷ്ടമുണ്ടെന്ന് പറഞ്ഞ് വിടുകയല്ല, യേശുവിൻ്റെ മനസ്സലിവായി ഓടെ നിറഞ്ഞ് നമ്മൾ അവിടെ ഒരു വിടുതൽ അവർക്ക് കൊടുക്കും. അത് കൊടുക്കുന്നത് കർത്താവാണ്. പക്ഷേ ഞാൻ ഒൺലി എ ലവിങ് ചാനൽ. അടുത്തത്, വി ഷുഡ് ബി വില്ലിംഗ് ടു ബിക്കം ദ ചാനൽസ് ഓഫ് ഗോഡ്സ് മൈറ്റി റിസോഴ്സസ്. ദൈവത്തിൻ്റെ ആ സമ്പന്ന വിഭവങ്ങൾ ഓരോന്നും ആവശ്യക്കാർക്ക് എടുത്ത് കൊടുക്കുവാൻ ഞാനൊരു സ്നേഹച്ചാലാവാൻ തയ്യാറാവണം. നാലാമത്, ഗോഡ് അലോൺ ഷുഡ് ബി ഗ്ലോറിഫൈഡ്. അങ്ങനെ ചെയ്യുമ്പം, ഞാനൊരു രോഗി എൻ്റെ മുമ്പിൽ വന്നു, ഞാൻ മനസ്സലിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, രോഗിക്ക് അത്ഭുതമായിട്ട് സൗഖ്യം വന്നു. ആ സൗഖ്യം ഞാനാണ് കൊടുത്തതെന്ന പോലെ ഞാനത് പറഞ്ഞുകൊണ്ട് കിടക്കരുത്. പകരം ആ രോഗി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അല്ലേ? ആ രോഗി എല്ലാവരോടും പറയട്ടെ, യേശു എന്നെ സൗഖ്യമാക്കി എന്ന് പറയണം. പക്ഷെ ഇന്നത്തെ കഷ്ടം, ദേവദാസം വരെ ഞങ്ങളൊക്കെ വല്ലയിടത്തും പ്രാർത്ഥിച്ചൊരു മൂക്കിപ്പനി മാറിയെങ്കിൽ ആ ആളും പിന്നെ ചാവുന്നവരെ പാസ്റ്റർ പ്രാർത്ഥിച്ചെന്നേ പറയത്തുള്ളൂ. മഹത്വം മുഴുവൻ, മാനവും മഹത്വം ആർക്ക്? അപ്പച്ചനല്ല, പാസ്റ്റർക്ക്. അതാണ് ഇന്നത്തെ പ്രശ്നം. ഇനി പാസ്റ്റർക്ക് ഈ ആൾ മഹത്വം കൊടുക്കത്തുള്ളൂ, ഞാനും കഴിയുന്നിടത്തോളം പറയുമ്പോഴേക്ക് എന്തേ പറയത്തുള്ളൂ? ഞാൻ സൗഖ്യമാക്കിയെന്ന പോലെ ഞാനും പറയത്തുള്ളൂ. രണ്ട് പേരിലൂടെയും മഹത്വം ദൈവത്തിന് പോകുന്നില്ല. അതാ പ്രശ്നം. ഇന്നൊരു തിരുത്തെടുക്കാൻ പ്രിയപ്പെട്ടവരെ, വാട്ട് എവർ ഗോഡ് ഡസ് ത്രൂ മീ, ഗോഡ് അലോൺ മസ്റ്റ് ബി ഗ്ലോറിഫൈഡ്. ആ എന്ത് എന്നിലൂടെ ദൈവം ചെയ്താലും അതിൻ്റെ മഹത്വം ദൈവത്തിന് മാത്രമേ ആകൂ. ഇന്ന് ഒത്തിരി പേര് ഒന്നും ചെയ്യാതിരിക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ കയ്യിലില്ല. എനിക്ക് കണ്ടിട്ട് എനിക്ക് മനസ്സലിയുന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാനെന്ത് ചെയ്യാനാ? അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. യു ആർ ട്രൈങ് ടു ബി ദ മാനുഫാക്ചറർ, വെറാസ് ഗോഡ് ഹാസ് ഓൺലി കോൾഡ് ടു ബി ദ ഡിസ്ട്രിബ്യൂട്ടർ.
എന്താണ് അല്ലേ? നല്ലവണ്ണം ഓർക്കണം. ഇന്ന് ഒത്തിരി പേര് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തന്നെ കടത്തി നിൽക്കുക. അപ്പോൾ വലിയ മില്യൺസ് കടമുള്ള ഒരാളിനെ കണ്ടുമുട്ടിയാൽ എനിക്ക് ബ്രദർ പറയുന്ന എല്ലാം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞാനെന്തോ ചെയ്യാനാ? എന്നിട്ട് നമ്മൾ പറയും ലോട്ടറി എങ്ങാനും അടിച്ചിരുന്നെങ്കിൽ തരാമായിരുന്നു അല്ലേ? ഡോണ്ട് ട്രൈ ടു ബി ദ മാനുഫാക്ചറർ. ഗോഡ് ഓൺലി എക്സ്പെക്ട്സ് യു ടു ബി ദ ഡിസ്ട്രിബ്യൂട്ടർ അല്ലേ? ഒരു വിതരണക്കാരനായാൽ മാത്രം മതി. ദൈവത്തിന് എല്ലാ സമ്പന്നതയും എല്ലാ വിഭവങ്ങളും തൻ്റെ അടുത്തുണ്ട്. അതെടുത്ത് ഇങ്ങോട്ട് കൊടുക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവും മാത്രം മതി. നമ്മൾ ഉൽപ്പാദിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. When it comes to ministry, all of us are bankrupt and only God is rich. ശുശ്രൂഷയുടെ കാര്യത്തിൽ വരുമ്പം ഓർത്തോണം, നമുക്കൊന്നും അങ്ങനെയാണെങ്കിൽ ഇല്ല, ദൈവം മാത്രം സമ്പന്നൻ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 6:10 പൗലോസ് നേരത്തെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. 2 കൊരിന്ത്യർ 6:10 ആസ് പുവർ അറ്റ് മേക്കിംഗ് മെനി റിച്ച്. എന്താണ്? ഞങ്ങൾ ദരിദ്രരായിരിക്കാം, പക്ഷെ എന്ത് ചെയ്യുന്നു? ഒന്നുമില്ലാത്തവരായി ഞങ്ങൾ അല്ലേ? ഞങ്ങൾ ദുഃഖിതരാ, പക്ഷെ എപ്പോഴും സന്തോഷമാണ്. ഞങ്ങൾ ദരിദ്രരാ, പലരെയും സമ്പന്നരാക്കുന്നവരാ. ഞങ്ങൾക്കൊന്നുമില്ല, പക്ഷേ എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഒന്നാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലന്മാർക്കൊന്നും ഒന്നുമില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലായിരുന്നു. ആദ്യകാലത്ത് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ ലോകത്ത് എവിടെ നോക്കിയോ ഈ പെന്തക്കോസ്ത് അനുഭവങ്ങളൊക്കെ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ആദ്യകാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർക്ക് ഒന്നുമില്ലായിരുന്നു. പക്ഷെ അവർക്ക് ദൈവശക്തി ഉണ്ടായിരുന്നു, അവർക്ക് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരുന്നു, അവർക്ക് പാവപ്പെട്ടവരോട് വലിയ കരുതലുണ്ടായിരുന്നു. കയറിക്കിടക്കാൻ ഇടവില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഒന്നുമില്ല. പക്ഷെ ഇതൊന്നുമില്ലായിരിക്കുമ്പോഴും അവരുടെ കൈകൊണ്ട് എന്തുമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്തു അല്ലേ? എത്ര പേരെ അവർ കൈവച്ച് സൗഖ്യമാക്കി. അതേസമയത്ത് അവർ പലരും വളരെ രോഗികളായിരുന്നു, അറിയാമോ? അവർ വളരെ രോഗികളായിരുന്നു. പക്ഷേ അവരുടെ ഒരു പ്രാർത്ഥന അനേകരെ സൗഖ്യമാക്കി എന്നുള്ള കാര്യം മറക്കരുത് പ്രിയപ്പെട്ടവരെ. അവരെ താണ ചെന്ന് എന്തും ചെയ്യുവാൻ ചെന്ന് കാല് കഴുകാൻ തയ്യാറായിരുന്നു. കാല് കഴുകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു സംഭവകഥയും കൂടെ ഞാൻ പറയാം. 50കളിൽ ആന്ധ്രാപ്രദേശത്ത് അന്നത്തെ ബസവാഡ എന്ന് പറയും, വിജയവാഡ അല്ലേ? വിജയവാഡയിൽ ഒരു സഭയിൽ മലയാളിയായ ഒരു ചെറുപ്പക്കാരനായ പാസ്റ്റർ സ്ഥലം മാറിപ്പോയി ചാർജ് ഏറ്റെടുത്തു. അദ്ദേഹം മലയാളിയാണ്, ചെറുപ്പമാണ്, രക്ഷിക്കപ്പെട്ട് കുറച്ച് ആളായി കർത്താവിൻ്റെ വേലയിൽ പൂർണ്ണമായിട്ട് വന്ന ആളാണ്. അദ്ദേഹം അവിടെ പോയി ചാർജ് എടുത്തു. ഒരു ഡിസംബർ മാസമായിരുന്നു. അപ്പോൾ അദ്ദേഹം ചെന്ന് ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ ആന്ധ്ര സംസ്ഥാനത്ത് പുതിയ ഭാഷ, പുതിയ സംസ്കാരം, പുതിയ രീതി. അദ്ദേഹം വലിയ ആവേശത്തിലാണ്, നല്ല പ്രാർത്ഥനാ മനുഷ്യനുമൊക്കെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ക്രിസ്മസ് കഴിഞ്ഞു. 31-ാം തീയതി ആണ്ടർതി യോഗം വരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, വാച്ച് നൈറ്റ് സർവീസ്. ഇപ്പോൾ അത് നമ്മൾ പറയുന്നത് ക്രോസ് ഓവർ സർവീസ് എന്നൊക്കെ പറയും. ഓക്കെ, എന്തായാലും കൊള്ളാം. അപ്പോൾ ആ സഭയിലെ രീതി അനുസരിച്ച് ഈ വാച്ച് നൈറ്റ് ഒരു 31-ാം തീയതി രാത്രി ഒരു 7 മണിക്ക് അങ്ങ് തുടങ്ങി പാട്ടും പ്രാർത്ഥനയും ഈ സാക്ഷ്യം പറച്ചിരുന്നൊരു പരിപാടിയുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് ഒരു വർഷത്തെ പൊതിഞ്ഞെട്ടി വെച്ചിരുന്ന സാക്ഷ്യം എല്ലാം അന്നങ്ങ് പറയും. എല്ലാവരും പറഞ്ഞിട്ടൊരു 12 മണി ആകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? എല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്ന് സ്തോത്രം ചെയ്ത് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കും. പിന്നെ അത് കഴിഞ്ഞ ഉടനെ തൊട്ട് മുമ്പ് വേറൊരു പരിപാടിയുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാവരും അല്പം വെള്ളം എടുത്ത് തോർത്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി എല്ലാവരുടെയും കാല് കഴുകും. എന്നിട്ടാണ് തിരുവത്താഴ് ശുശ്രൂഷ നടക്കുന്നത്. എന്നിട്ടാലും നേരെ അപ്പോഴത്തേക്കും 1-ാം തീയതി വെളുപ്പിനാവും. ഇങ്ങനെയാണ് പരിപാടി. അപ്പോൾ ആ വർഷം ഈ പാസ്റ്റർ 31-ാം തീയതി വലിയ ആവേശത്തിൽ ഇവിടുത്തെ രീതി എങ്ങനെയാണ്, കാരണം കേരളത്തിലെ രീതി എനിക്കറിയാം, ഇവിടെ എങ്ങനെയാണ്. അപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെല്ലാം ഉണ്ട്. പിന്നെ കർത്താവിൻ്റെ മേശ അല്ല, അതിനിടയ്ക്ക് കാല് കഴുകില്ല. ഇല്ല, കാല് കഴുകില്ല. അതെന്ത് പറ്റി? നമ്മുടെ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇവിടെ ഇല്ല. ഇതേ പിന്നെയും ഓരോരുത്തരെ മാറി അതെന്താ കാല് കഴുകിലില്ലാത്ത? ആരും ഒട്ട് സത്യം പറയുന്നില്ല. അവസാനം ആരാണ്ട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ പറഞ്ഞെന്ന് പറയരുത്, കഴിഞ്ഞ വർഷത്തെ ഉപദേശിച്ച് അത് നിർത്തി. എന്തു പറ്റി? ഇവിടെ വൺ ഓഫ് ദ മെമ്പർ ബ്രദർ, എ തെലുഗു ബ്രദർ, ഹീ ഈസ് ഹാവിങ് കാലിൽ കുഷ്ഠരോഗമുണ്ട്, ലെപ്രസി ഉണ്ട്. അതുകൊണ്ട് കാല് കഴുകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലും കഴുകണം. അപ്പം അദ്ദേഹത്തിൻ്റെ കാല് കഴുകാൻ ആർക്കും വയ്യ. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ ഇരുന്ന പാസ്റ്റർ എന്ത് ചെയ്തു? ഈ ശുശ്രൂഷ അങ്ങ് നിർത്തിവെച്ചു. അതാണ് പ്രശ്നം. ഇദ്ദേഹത്തിന് പിടികിട്ടി. ശരി, ഇദ്ദേഹം ചെറുപ്പമാണ്, കേരളത്തിൽ നിന്ന് പോയ ആളാണ്, അയാളൊന്നും മിണ്ടിയില്ല.
വൈകിട്ടത്തെ ആരാധന 31-ാം തീയതി തുടങ്ങി, കത്തിക്കേറി പോവുക. 12 മണിക്ക് ഇച്ചിരി മുമ്പ് പുള്ളി എഴുന്നേറ്റ് പറഞ്ഞു, ഇനി കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്ന കാല് കഴുകൽ ശുശ്രൂഷ നമ്മൾ അന്യോന്യം ചെയ്യാൻ പോവുക. അവിടെ എല്ലാവരും ഇങ്ങനെ, അയ്യോ ഉണ്ടോ ഉണ്ടോ, എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് ആ കുഷ്ഠരോഗിയായ സഹോദരൻ എവിടെ ഇരിക്കുന്നെന്നാണ്. നോക്കിയപ്പോൾ നോണ്ട് അവിടെ ഇരിപ്പുണ്ട്. അടുത്തിരിക്കുന്ന ആരാന്ന് നോക്കി, പെട്ടു. കാര്യം കഴിയേ പറ്റൂ. ഇദ്ദേഹം പെട്ടെന്ന് ആ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ ഫെയ്ത്ത് ഹോം എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ഷെഡ്, ഇവിടെ ഒരു സ്ക്രീൻ വെച്ച്, ഒരു തുണി സ്ക്രീൻ വെച്ച്, അതിൻ്റെ പുറയിലാണ് പാസ്റ്ററിൻ്റെ റൂം. അപ്പോൾ ഞാൻ സ്ക്രീനിൻ്റെ അപ്പുറത്തോട്ട് പോയി അവിടെ ഒരുക്കി വെച്ചിരുന്നു ഒരു ബക്കറ്റ് വെള്ളവും ഒരു ടവലും ഒരു ലൈഫ് ബോയ് സോപ്പും. ഇദ്ദേഹം അതിങ്ങെടുത്തുകൊണ്ട് വന്ന് നേരെ അതും കൊണ്ട് ആ സഹോദരൻ്റെ ഫ്രണ്ടിൽ ചെന്ന് അങ്ങിരുന്നു. എന്നിട്ട് ആ കാലിങ്ങോട്ട് എടുത്ത് അദ്ദേഹം 2 സോക്സൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. സോക്സ് ഊരി, 2 സോക്സ് ഊരിയപ്പം കാല് രണ്ടും കുഷ്ഠമാണ്. ഇദ്ദേഹം ആ കുഷ്ഠമുള്ള കാലിങ്ങോട്ട് എടുത്തിട്ട് വെള്ളം വെച്ച് അങ്ങോട്ട് കഴുകി, ആ സോപ്പ് വെച്ച് കഴുകി, ആ ടവലും കൊണ്ട് നല്ലപോലെ തുടച്ചു. അത് ഒപ്പിയെടുക്കാൻ ഒരു ക്യാമറയും ഇല്ലായിരുന്നു. ഇന്നൊക്കെ ബിഷപ്പുമാർ കാല് കഴുകുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ച അടുത്ത ദിവസം മനോരമയിൽ ഫ്രണ്ട് പേജിൽ കർദിനാൾ കാല് കഴുകും. ആ തെലുങ്ക് സഹോദരൻ്റെ കാലെടുത്ത് കഴിയുമ്പം ഒരു പടവും എടുത്തില്ല. അപ്പോഴത്തേക്ക് എല്ലാവർക്കും സന്തോഷമായി, സമാധാനമായി. കാരണം ഇനിയിപ്പം അയാളുടെ കാര്യം നമ്മളാരും കഴിവുണ്ടല്ലോ, പാസ്റ്ററും കഴുകി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കഴിവൽ കഴുകി, എല്ലാവരും തിരുവത്താഴവും എടുത്ത് സ്നേഹചുംബനവും കൊടുത്ത് എല്ലാവരും വീട്ടിൽ പോയി. അടുത്ത ദിവസം 1-ാം തീയതി രാവിലെ ഈ പാസ്റ്റർ എഴുന്നേറ്റ് അവിടെ ഒരു കസേരയിൽ മുന്നിൽ വന്ന് വരാന്തയിൽ ഇരുന്ന് വേദോസ്തം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക. 1-ാം തീയതി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗേറ്റ് തുറന്ന് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് സൈക്കിളും ചവിട്ടി ഒരാൾ വരുന്നു. നോക്കിയപ്പോൾ ഈ സഹോദരനാണ്. ഇദ്ദേഹം ഒരു വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് അദ്ദേഹം അവിടുത്തെ ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഉദ്യോഗം എന്ന് പറഞ്ഞാൽ തോട്ടിപ്പണിയാണ്. അദ്ദേഹം ഒരു തോട്ടിയാണ്, അതായത് സ്കാവഞ്ചർ. പക്ഷേ അദ്ദേഹം സൈക്കിൾ ചവിട്ടി വരിക, ഭയങ്കര സന്തോഷത്തിൽ വരിക. അവിടെ പാസ്റ്റർ വരച്ച് ഇതെന്ത് പറ്റി രാവിലെ വരുന്നത്? ഓടി വന്നിട്ട് അയാൾ ചാടി തുള്ളിയാണ് വരുന്നത്. എന്തുവാ? കുഷ്ഠം മാറി, കാല് കൊച്ചു കുഞ്ഞുങ്ങളുടെ കാല് പോലായി. ഇന്ന് കുഷ്ഠമുള്ളവരുടെ ഇഷ്ടം ഒന്നും പോകുന്നില്ല. ഇനി ഒരുപക്ഷെ നമ്മുടെ ഒന്നും കാലിലും കയ്യിലും കുഷ്ഠമില്ല, അത്യാവശ്യം കുഷ്ഠം ഇവിടെ ഉണ്ട്. എത്ര തിരുവത്താഴത്തിൽ പങ്കെടുത്തിട്ടും, എത്ര ശുശ്രൂഷയിൽ, എത്ര ആത്മനിറവുള്ള ആരാധന പങ്കെടുത്തിട്ടും കുഷ്ഠത്തിന് കുറവില്ല, സൗഖ്യം വരുന്നില്ല. എവിടെയോ സംതിങ് ഈസ് ലാക്കിങ് ഇൻ ടുഡേയ്സ് ചർച്ച്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇതുപോലെ നമ്മൾ വലിപ്പച്ചെറുപ്പം ഭാവിക്കാതെ പോയി അന്യോന്യം നമ്മൾ ശുശ്രൂഷിക്കുമെങ്കിൽ ഇതിലും വലിയ അത്ഭുതങ്ങൾ ഇനിയുള്ള കാലത്ത് നടക്കും. ഈ കഥ ഞാൻ എവിടെയെങ്കിലും മാസികയിൽ വായിച്ചതല്ല. ഈ പറഞ്ഞ പാസ്റ്റർ എനിക്കും അറിയാമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ നേരെയുള്ള അനുജനായിരുന്നു. 50-55 വയസ്സിനുള്ളിൽ അദ്ദേഹം കർത്തസനിലേക്ക് മാറ്റപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹവും അത്യാവശ്യം 2-3 പാട്ട് എഴുതിയിട്ടുണ്ട്. അതിലൊരു പാട്ട് ഒരുപക്ഷെ നിങ്ങളെല്ലാം അറിയുന്ന പാട്ട് തന്നെയാണ്. തേടി വന്നോ ദോഷിയാം എന്നെയും നാഥ എന്നുള്ള പാട്ട് എഴുതിയ എൻ്റെ പാപ്പൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പാസ്റ്റർ E.V. ഡാനിലൂട്ടി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ദി പെന്തക്കോസ്ത് മിഷനിൽ അദ്ദേഹം അവസാനം വരെയും പാസ്റ്ററായിരുന്നു. കർത്തസനിൽ വിശ്രമിക്കുന്നു. ഈ കഥ ഞാൻ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇന്ന് ആ ഒരു വില്ലിങ് ടു ബി കമ്പാഷനേറ്റ് ടുവേർഡ്സ് പീപ്പിൾ ആൻഡ് വില്ലിങ് ടു ബി എ ലവിങ് ചാനൽ. അവിടെ നോക്കിയേ, ആ കുഷ്ഠരോഗിക്കൊരു കുഷ്ഠരോഗത്തിനൊരു സൗഖ്യം വേണമായിരുന്നു. He had a human need and divine resources was available. This pastor was willing to be the loving channel, and today also I am proclaiming it for the glory of God. കണ്ടോ, അന്ന് ആ ദൈവദാസൻ അന്ന് ചെയ്തൊരു പ്രവൃത്തി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി നമ്മളെല്ലാം കേട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുപോലെ ഞാനും നിങ്ങളും ചെയ്യുന്ന പ്രവൃത്തികൾ കർത്താവ് വരാൻ താമസിച്ചാൽ വരും തലമുറകൾ ഘോഷിച്ച് അന്ന് ആ തലമുറയിലുള്ളവരും ദൈവത്തെ സ്തുതിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും 4 സുവിശേഷങ്ങൾ, ഞാൻ ഓടിപ്പോവാണ്, എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഓടിയും പോവാം. 4 സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു യേശു ചെയ്ത അത്ഭുതമുണ്ട്. ഏതാണെന്നറിയാമോ? There is a miracle which is recorded in all the 4 Gospels. ഏതാണെന്നറിയാമോ?
5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഇത് പറയുമ്പോൾ നമുക്കോട്ടെ റെഡിമെയ്ഡ് കഥ നമുക്കറിയാം. പക്ഷേ ആ കഥയൊന്ന് എടുത്തു നോക്കിയാൽ അതിൽ 3 പേരും അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ്റെ കയ്യിലായിരുന്നു ഈ പൊതിയെന്നും ആ പൊതിയിലെ ഭക്ഷണം അപ്പവും മീനും എടുത്താണ് യേശു ഒരു അത്ഭുതം പ്രവർത്തിച്ചതെന്നും യോഹന്നാൻ റിപ്പോർട്ട് ചെയ്തു. മറ്റേ 3 പേരും ഇത് ചെയ്തില്ല. ഇതാണ് വേറൊരു കാര്യം. അവിടെ ഒരു പയ്യൻ വന്നുകൊണ്ടാണ് പൊതി വന്നത്. പയ്യൻ പൊതി കൊടുത്തോണ്ടാണ് പയ്യൻ കൊടുത്തോന്ന് എനിക്കറിയത്തില്ല, പിടിച്ചു വാങ്ങിച്ചാന്നൊന്ന് സംശയമുണ്ട്. കാര്യം പയ്യൻ്റെ നീ പൊതിയും പിടിച്ചുകൊണ്ടാ വന്ന ശിഷ്യൻ്റെ ഡയലോഗ് കേട്ടാൽ അറിയാം. നീ അല്ലേ കൊടുക്കാൻ പറഞ്ഞ ഞങ്ങളടുത്ത്, ഇവിടെ ആ കൂടി ഉള്ളതാണ്ട് ഈ പൊതിക്കകത്ത് 5 അപ്പവും 2 മീൻ, ഇതുകൊണ്ട് എന്തോ ആവാനാ. ഇതേ ടോണിലാണ് ആ ശിഷ്യൻ പറഞ്ഞത്. പക്ഷെ യോഹന്നാനായി ദർ ഇസ് എ ബോയ് ഹിയർ, ഇവിടെ ഒരു ബാലകനുണ്ട് എന്ന് മലയാളത്തിലും തമിഴിലെവിടെ ഇங்கே ഒരു പയ്യൻ, ഞങ്ങൾ തിരുവനന്തപുരം ഭാഷ ഇവിടെ ഒരു പയലുണ്ട്. ഇതാണ് സത്യം. ചിലപ്പോൾ ഈ പയലിനെ എല്ലാവരും വിട്ടുപോയി. പക്ഷേ യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എഴുതി ദർ ഇസ് എ ബോയ് ഹിയർ. ആ പയ്യൻ്റെ കൊച്ചു പൊതിയാണ് വലിയ അത്ഭുതത്തിന് കാരണമായി തീർന്നത്. ഞാനെപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇരിക്കും, ഞാൻ അവരോട് പറയും, മക്കളെ നിങ്ങളുടെ കയ്യിലുള്ളതായിരിക്കും ദൈവം എടുത്തൊരു വലിയ അത്ഭുതം ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ 5000 പേര്, 5000 എന്ന് പറഞ്ഞ പുരുഷന്മാർ മാത്രമാണ്, thousands or maybe 10,000 people are there. അപ്പോൾ ഇത്രയും പേര് വിശന്ന് വലഞ്ഞിരിക്കുമ്പം അവരെ കണ്ടിട്ട് മനസ്സലിയുന്ന കർത്താവ് ഒരു ചെറിയ ഒരു കുഴപ്പം കാണിച്ചു. എന്താണെന്നറിയാമോ? ഇത്രയും പേരുടെ മുമ്പേ വെച്ച് ഇവർ 12 പേരിങ്ങനെ ഇരിക്കുമല്ലയോ കസേരയിട്ട്, ഉടൻ തിരിഞ്ഞിട്ട് നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഇവർ 12 പേര് ഞെട്ടിപ്പോയി. What is he telling? Are we supposed to feed these thousands of people? ഇത്രയും പേർക്ക് ആഹാരം എവിടെ നിന്ന് കൊടുക്കും? ഇതൊരു എന്തുവാ ഒരു ഇപ്പോഴത്തെ പുതിയ ഭാഷ പറഞ്ഞത് ഇതൊരു കാട്ടുമുക്ക അല്ലേ, വിജനമായ പ്രദേശമാണ്. ഇവിടെ ഒന്നും ഭക്ഷണവും ഇല്ല. ഇനി ഭക്ഷണം മേടിക്കാമെന്ന് വിചാരിച്ചാലോ കാശില്ല. അപ്പോഴത്തേക്ക് ഒരാൾ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി, എന്നിട്ട് എന്താണ് ബഡ്ജറ്റ് കൊണ്ടുവന്നത്? എന്താണ് അയാൾ ലോജിസ്റ്റിക്സിലൊക്കെ ഈ പറഞ്ഞ MBA എടുത്ത ആളാണ്. ഉടനെ പുള്ളി വന്നിട്ട് ഇത്രയും പേർക്ക് ഒരു കടി വെച്ച് കൊടുക്കണമെങ്കിൽ ഇത്രയും പണം വേണം. ഇയാളോട് ആര് പറഞ്ഞ് ബജറ്റ് ഉണ്ടാക്കാൻ? ഇന്ന് നമ്മുടെയും പ്രശ്നം ഇതാ, ദൈവം പറയാത്ത എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അടുത്തത് ഒരാൾ വന്ന് പതുക്കെ ചെവിയിൽ, യേശുവേ ഇരുട്ടി വല്ലാത്ത സ്ഥലവാ, ആശീർവാദം പറഞ്ഞു വിട്ടേര്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് യേശുവിന് അഡ്വൈസ് കൊടുക്കുക? എന്താണ്? യോഗ നിർത്തി വിട്ടേക്കാൻ. അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. വി ഓൾവേസ് ആർ ടെംപ്റ്റഡ് ഓർ ഈവൻ സംടൈംസ് വി ആർ ടെംപ്റ്റഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ വെരി പീപ്പിൾ ഗോഡ് വാണ്ട്സ് അസ് ടു ഹെൽപ്പ്. ദൈവം സഹായിക്കുവാനായി നമ്മുടെ അടുത്തേക്ക് അയക്കുന്ന വ്യക്തികളെ നമ്മളെങ്ങനെയെങ്കിലും പറഞ്ഞയച്ചു കളയും. ഇത് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴെല്ലാം എനിക്ക് ഉള്ളിലൊരു കുറ്റബോധമുണ്ട്. എത്ര പേര് നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ രോഗികളായിട്ട് വന്നിട്ടുണ്ടായിരിക്കും, പ്രശ്നങ്ങളോടെ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെ അവരെന്ത് ചെയ്തു? വി വോണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ദം. നമുക്ക് യോഗ അവസാനിപ്പിച്ച് അവരെ പുറത്തിറക്കി കഥ അടയ്ക്കണം. പക്ഷേ ദൈവമാണ് അവരെ നമ്മുടെ അടുത്തോട്ട് അയച്ചത്. ഇന്ന് സഭയിലേക്ക് എത്ര പേരിങ്ങനെ വന്നു പോകുന്നുണ്ടെന്നറിയാമോ? നമ്മൾ പോലും അറിയുന്നില്ല. പണ്ടൊക്കെ ഒരു രോഗി ഉണ്ടെങ്കിൽ അവനെ കട്ടിലോടെ പൊക്കിയെടുത്തിങ്ങനെ സഭയെ കൊണ്ടുവരും. പണ്ടൊരു ഭ്രാന്ത്, ഒരു ചങ്ങലക്കിട്ടവരെ ചിലരെ കൊണ്ട് സഭയെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് കെട്ടിയിടും. എല്ലാവരും കൂടെ സഭ ഉപവസിച്ച് പ്രാർത്ഥിക്കും അല്ലേ, രാവും പകലും പ്രാർത്ഥിക്കും. ഇവൻ്റെ മേൽ എണ്ണ പൂശി പ്രാർത്ഥിക്കും. ഇവൻ ഭൂതഗ്രസ്തൻ വല്ലുവാണെങ്കിൽ ശാസിച്ച് ആ പിശാചിനെ ഇറക്കി വിട്ട് ഇവനെ വിടുവിക്കും. ഇതെല്ലാം ചെയ്തിട്ട് ഞായറാഴ്ച രാവിലെ സുബോധത്തോടെ ഈ ഭ്രാന്തുള്ളവനും പിശാചിറങ്ങിയവനും രോഗിയും എല്ലാവരും അന്നത്തെ സഭായത്തിന് മുമ്പായിട്ട് ഇവരെ പരസ്യമായിട്ടൊരു പാട്ടും പാടി അടുത്തുള്ള തോട്ടിലോ കുളത്തിലോ എവിടെയെങ്കിലും കൊണ്ട് സ്നാനപ്പെടുത്തി അന്നത്തെ ആരാധനയും കഴിഞ്ഞ് ആണ് വീട്ടിൽ പോകുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, വെൻ വാസ് ദ ലാസ്റ്റ് ടൈം എ സിക്ക് പേഴ്സൺ വാസ് ക്യാരീഡ് ടു അവർ ചർച്ച് ഫോർ ഹീലിംഗ്? ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ അവിടുത്തെ കാര്യം പറയാം. ഇതൊക്കെ ഞാൻ എത്രയോ കണ്ടിട്ടും കേട്ടിട്ടും വായിച്ചിട്ടും ഒക്കെ ഉണ്ട് അനുഭവങ്ങളിൽ. പക്ഷേ ഇന്ന് ഒരു കൺവെൻഷനിലും ഒരു രോഗിയും പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുന്നില്ല, ഒരു ഭൂതഗ്രസ്തനെയും കൊണ്ടുവരുന്നില്ല. ഒരു ഭൂതകളെ കണ്ടിട്ട് വർഷങ്ങളായി. ഇപ്പം ഈയിടയ്ക്ക് ആരോ പറഞ്ഞു കേട്ടു, ഒരു ഭൂതകളെ കണ്ടിട്ട് വർഷങ്ങളായെന്ന്. ഇന്നത്തെ നമ്മുടെ ഉപദേശിമാർ 12 മണി വരെ ഭൂതത്തെ ഓടിച്ചിട്ട് പോകുന്നില്ല. അവസാനം 12 മണിയായപ്പോൾ നീ പോവോ ഇന്ന്? ഉടൻ പിശാച് ചോദിച്ചു, എന്താ? എനിക്ക് പോകണം, അതുകൊണ്ടാണ്. ഇതാണ് ഇന്നത്തെ ഉപദേശിമാർ.
അന്നത്തെ ഉപദേശിമാർ രാവുന്നില്ല പകലുന്നില്ല. ദേ മേഡ് ഷുവർ ദ ഡീമൻസ് ലെഫ്റ്റ് ദ പേഴ്സൺ. ഇന്നോ ഞാനതൊക്കെ തമാശ പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഞാനീ പറയുന്ന ചങ്കി തട്ടിയാണ് ഞാൻ ചിലത് പറയുന്നത്. ബിക്കോസ് ഞാനും ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് അനേക അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് ചെറിയ കാലത്ത്, കുട്ടിക്കാലത്തൊക്കെ. ഇന്നതൊക്കെ കാണാൻ കൊതിയാവുന്നു പ്രിയപ്പെട്ടവരെ. ഒരു മടങ്ങി വരും നമുക്ക് ആവശ്യമാണ്, ഒരു മടങ്ങി വരും നമുക്ക് ആവശ്യമാണ്. സഭ ആകേണ്ടതുപോലെ ആയാൽ വലിയ ദൈവപ്രവൃത്തി ദേശത്ത് നടക്കും. പക്ഷെ നമ്മുടെ പ്രശ്നം ഈ സഭയ്ക്കകത്തു വേണം എല്ലാ പ്രവൃത്തിയും നടക്കാൻ. ഈ ഒരു ചിന്താഗതിയാണ് ഞാൻ ഇന്നലെ മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോ, God has resources enough for every human needs. Only thing is looking for a loving channel who will stand for the glory of God. ദൈവമഹത്വത്തിനായിട്ട് തയ്യാറാകുന്ന ഒരു ചാല് മാത്രം നമ്മളൊന്നായി തീർന്നാൽ മതി. എൻ്റെ വാക്ക് നിർത്തുന്നതിന് മുമ്പ് ഫിലിപ്പോസാ പറയുന്നത് പണമില്ല, ഇത്രയും കാശ് വേണം. കുറേ കഴിഞ്ഞപ്പോഴാണ് ഒരു ശിഷ്യൻ പോയി ഈ പയ്യനെ പിടിച്ചുകൊണ്ട് വന്നു. പക്ഷേ അവസാനം അവിടെ യോഹന്നാൻ 6:6 അവിടെ ഈ ശിഷ്യന്മാരെല്ലാം ദേ ആർ ട്രൈങ് ടു ഫൈൻഡ് സം ക്ലെവർ വേ ടു സോൾവ് ദ പ്രോബ്ലം. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു നല്ല വഴിയാണ് ഇവരെല്ലാം വന്ന് പറയും. നമ്മുടെ ഒരു വഴി ദൈവത്തിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട. കാര്യം അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, അവൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് അവൻ അറിയാമായിരുന്നു. ഇതൊരു നല്ല സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ഗോഡ് ഓൾറെഡി ന്യൂ വാട്ട് ഈസ് ഹി ഗോയിങ് ടു ഡു. അതിൻ്റെ അർത്ഥം നമ്മൾ തലമുണ്ടാക്കണ്ട, ദൈവത്തിനറിയാം ഈ കൊണ്ടുവരുന്നവരെ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിനറിയാം. പക്ഷെ ദൈവം നമ്മുടെ അടുത്തേക്ക് അയക്കുന്നത് ഇതാ. ഇന്ന് നമ്മുടെ കണ്ണ് തുറക്കട്ട് പ്രിയപ്പെട്ടവർ. ദൈവം എത്ര പേരെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, നിങ്ങളുടെ അയൽക്കാരായിരിക്കാം, നിങ്ങളുടെ സ്വന്തക്കാരായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ വഴിയെ പോകുന്നിടത്തായിരിക്കാം. ദൈവം പലരെയും നിങ്ങളുടെ അടുത്തോട്ട് അയച്ചു. പക്ഷേ എന്തുകൊണ്ടോ നമ്മളത് കാണാതെ പോയി. നമ്മളും ക്ലെവർ ഐഡിയാസ് ദൈവത്തിന് പറഞ്ഞു കൊടുക്കുക. പണ്ടൊക്കെ ഒരു രോഗി ഉണ്ടെങ്കിൽ ഉപദേശിച്ചെടുത്ത് പ്രാർത്ഥിക്കാൻ വരും. ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, കുഞ്ഞുനാളിലൊക്കെ പ്രാർത്ഥിക്കാൻ വരും. എൻ്റെ അപ്പൻ്റെ അടുത്താണെങ്കിൽ പണ്ട് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്നും എൻ്റെ അടുത്തും ഒത്തിരി രോഗികൾ വരുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? ഏത് ആശുപത്രിയാണ് നല്ലതെന്ന് ഒരു അഡ്വൈസിന്, സെക്കൻഡ് ഒപ്പീനിയന്, ഇതിനൊക്കെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. പ്രാർത്ഥിക്കാൻ ആരും വരുന്നില്ല. മാറ്റം പോയത് കണ്ടോ? അന്ന് ആശുപത്രിയില്ല, ഡോക്ടർമാരില്ല, പണവും ഇല്ല, ഇൻഷുറൻസും ഇല്ല. ഇന്ന് ഇതൊക്കെ അത്യാവശ്യം നമുക്കുണ്ട്. അതുകൊണ്ട് എന്തില്ല? പ്രാർത്ഥനയില്ല. ഇവിടെ ഒരു മടങ്ങി വരും നമുക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. നമുക്കൊരു മടങ്ങി വരും ആവശ്യമാണ്. അവിടെ ഈ മൾട്ടിപ്ലിക്കേഷൻ ആരുടെ കയ്യിലാണ് നടന്നത്? ത്രൂ വിച്ച് ഹാൻഡ്സ് ഡിഡ് ദ മൾട്ടിപ്ലിക്കേഷൻ ഹാപ്പൻ? യേശു അതങ്ങോട്ട് എടുത്തൊന്ന് വാഴ്ത്തിയിട്ട് അങ്ങ് കൊടുത്തു, വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ എവിടെയാണ് നടന്നത്? ആരുടെ കയ്യിലാണ്? യേശുവിൻ്റെ കയ്യിലല്ല, എൻ്റെയും നിങ്ങളുടെയും കയ്യിലാണ്. അവിടെയും യേശുവിന് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്തങ്ങ് മഹത്വം കൊടുക്കായിരുന്നു. നോ, ഹി വാണ്ടഡ് ടു ഷെയർ ഹിസ് ഗ്ലോറി വിത്ത് ഹിസ് ഡിസൈപ്പിൾസ് ടു. ഇന്ന് സഭയിലൂടെ വൻ കാര്യങ്ങൾ ചെയ്ത് ദൈവം മഹത്വപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പക്ഷെ പ്രശ്നം, ഈ വരുന്നവരെ ഇങ്ങനെ അയച്ചു കളയാൻ എനിക്ക് മനസ്സില്ല. എനിക്ക് മനസ്സലിയുന്നു. അവരൊത്തിരി ദൂരെ പോകണം, അവരൊത്തിരി നേരമായിട്ട് ഇരിക്കുന്നു, അവർ വിശന്ന് തളർന്നു, കുഞ്ഞുങ്ങൾ വരെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവരെ നിങ്ങൾ വേണം ഭക്ഷണം കൊടുത്തു വിടാൻ. എന്തൊക്കെ മണ്ടത്തനമായി ഇവരെല്ലാം കൂടെ എഴുന്നള്ളിച്ചത്. അവസാനം എന്തു പറ്റി? എല്ലാവരും വയറ് നിറച്ച് തിന്ന് തൃപ്തരായി. അവസാനം ശേഷിച്ച കഷണം കൊട്ടയിലെടുത്ത്. എത്ര കൊട്ട? അതെന്താ 12, 13 11 എന്തുവാ? അതുകൊണ്ട് ഓട്ടം പറഞ്ഞ് ശിഷ്യന്മാർ 12 കൊട്ട ഓരോരുത്തരും തലയെ വെച്ചുകൊണ്ട് വീട്ടിൽ പോവുക. പത്രോസ് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മായിമ്മ, എന്തുവാടാ മരുമോനെ ഇത്? എൻ്റെ അമ്മച്ചി ഒന്നും പറയണ്ട, ഇന്നൊരു വലിയ സംഭവം ഉണ്ടായി. ഞങ്ങളൊക്കെ എന്തൊക്കെ മണ്ടത്തനം എഴുന്നള്ളിച്ച് അവസാനം വിളമ്പി ഞങ്ങളുടെ ഊപ്പാട് വന്നു. ദേണ്ടേ, ദൈവത്തെ അവിശ്വസിച്ചാൽ തലയെ കൊട്ട വെച്ച് വിടും ദൈവം. ഓർത്തോണം. റിമെമ്പർ, ദൈവത്തെ അവിശ്വസിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇനി അവിശ്വസിച്ചാൽ തലയെ കൊട്ട വരും. പിന്നെ അന്ന് പാവം മൈക്രോവേവും ഇല്ല, ഫ്രിഡ്ജും ഇല്ല. ഈ അപ്പവും മീനും കൂടെ ആ വീട്ടിൽ എത്ര നാൾ വെച്ച് തിന്നു കാണും. നമ്മൾ അവിശ്വസിച്ചതിന് അത്രയും ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലോട്ട് തലയെ വെച്ച് വിടും. അതുകൊണ്ട് ദയവായി ഇന്നോട്ട് നമുക്കൊന്ന് വിശ്വസിച്ചു തുടങ്ങാം. ദൈവം നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞപ്പം അവിടെ എഴുതിയിട്ടുണ്ട്, ഹീ ന്യൂ ഓൾറെഡി വാട്ട് ഈസ് ഹി ഗോയിങ് ടു ഡു. കണ്ണടയ്ക്കാമോ? God knows what he's going to do. Only thing is, he wants you to be part of his great mission.
അവൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായി തീരുവാൻ ദൈവം നിങ്ങളെയും എന്നെയും ദൈവം കണ്ടിരിക്കുന്നു. ഒരു പക്ഷേ നമ്മളെ ഒന്ന് പരീക്ഷിക്കാനും കൂടിയാണ് ചോദിക്കുന്നത്, ഇവർക്ക് നമ്മൾ എങ്ങനെ കഴിക്കാൻ കൊടുക്കും? പക്ഷെ എങ്ങനെ കഴിക്കാൻ കൊടുക്കുമെന്ന് യേശു ഇങ്ങോട്ടല്ല ചോദിച്ചത്, കൊടുക്കാനേ പറഞ്ഞുള്ളൂ. ഉടനെ എങ്ങനെ കൊടുക്കുമെന്നുള്ളതായി അവരുടെ ചോദ്യം. എങ്ങനെ കൊടുക്കുമെന്നുള്ളത് നമ്മൾ വിഷമിക്കേണ്ട കാര്യം. കൊടുക്കുവാൻ നമ്മളോട് പറഞ്ഞവൻ അതിന് വഴി കണ്ടിട്ട് തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. ദൈവം ഒരു വഴി കാണാതെ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇഫ് ഗോഡ് ഹാസ് ടോൾഡ് യു സംതിങ്, ഹി ഹാസ് സം പ്ലാൻസ് ഓൾറെഡി സെറ്റ് ഇൻ ഹിസ് മൈൻഡ്, ബട്ട് ഹി വാണ്ട്സ് യു ആൻഡ് മീ ടു എക്സിക്യൂട്ട് ദാറ്റ് പ്ലാൻ. ആ പദ്ധതി എക്സിക്യൂട്ട് ചെയ്യുവാൻ, അത് നടപ്പാക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയാണ് കണ്ടിരിക്കുന്നത്. അത് ദൂതന്മാരെ അല്ല കണ്ടത്. ദൈവം ഒറ്റയ്ക്ക് വേണേ അത് ചെയ്യാം, പക്ഷേ താൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. സഭയിലൂടെ, തൻ്റെ ശരീരത്തിലൂടെയാണ് അത് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറയാമോ, ലോർഡ്, ലെറ്റ് മീ നോട്ട് ബി സിറ്റിംഗ് ഹിയർ വിത്ത് എ മാനുഫാക്ചറർ മെന്റാലിറ്റി. ഇൻസ്റ്റെഡ് ലെറ്റ് മീ ബിക്കം ദ ഡിസ്ട്രിബ്യൂട്ടർ ഓഫ്, അല്ലെങ്കിൽ ദ ചാനൽ. കർത്താവ് ദൈവത്തിൻ്റെ എല്ലാ വിഭവങ്ങളും ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു ചാലായി കർത്താവെ എന്നെ ഇത് അങ്ങയുടെ കരുത്തിലേക്ക് തരുന്നു എന്ന് നമ്മളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവസഭയെ അടുത്ത പടിയിലേക്ക്, അടുത്ത പ്രതലത്തിലേക്ക്, അടുത്ത ലെവലിലേക്ക്, അവസ്ഥയിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, ഓ ഹാലലൂയ ഹാലലൂയ, ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് ദൈവസഭയെ ദൈവം അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടുപോകാൻ പോകുന്നു. അത് വിശ്വസിക്കുന്നവരെല്ലാവരും ചേർന്ന് ഒരു സമർപ്പണ പ്രാർത്ഥന പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ പറയുന്നത്, ഇന്ന് എത്ര പേര് സമർപ്പിക്കുമോ? ഹാലലൂയ. എത്ര പേര് കർത്താവെ എന്നോട് നീ സംസാരിച്ചതിനായിട്ട് സ്തോത്രം. ഒരുപക്ഷെ ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല, ഇതൊന്നും എന്നെ കൊണ്ട് കഴിയത്തില്ല എന്നൊരു കോംപ്ലക്സ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്നോട് ദൈവമേ നീ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, എന്തോ കർത്താവെ നീ എന്നോട് പറയുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതെന്ത് തന്നെയാണെങ്കിലും, മേ ബി ഐ നെവർ അണ്ടർസ്റ്റുഡ് വാട്ട് യു ആർ ട്രൈങ് ടു ടെൽ മീ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഐ ആം വില്ലിംഗ് ലോർഡ്, ഞാൻ തയ്യാറാണ് കർത്താവേ, ഞാൻ തയ്യാറാണ് കർത്താവേ. ഞാൻ എനിക്കായി വിട്ടിരിക്കുന്ന എല്ലാ പദ്ധതികളും, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്ലാനിങ്ങും കർത്താവേ, ഇന്ന് അങ്ങ് പറഞ്ഞാൽ ഞാനത് മാറ്റിവെക്കുവാൻ അല്ലെങ്കിൽ എന്നേക്കുമായി വിട്ടുകളയുവാൻ ഞാൻ തയ്യാറാണപ്പാ. ലോർഡ്, ഐ എം വില്ലിംഗ് ടു ഗിവ് അപ്പ് എവറി പ്ലാൻസ് which I have made for me and my family or my future, but instead Lord, whatever you Holy Spirit say, I am willing to take it Lord. പരിശുദ്ധാത്മാവ് എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് അതുപോലെ അനുസരിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് സമർപ്പിക്കുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി സമർപ്പിച്ച് നിങ്ങളുടെ തന്നെ വാക്കിൽ പ്രാർത്ഥിച്ചാട്ടെ. ഞാനിവിടെ ഒരു പ്രാർത്ഥനയും പറഞ്ഞു തരത്തില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നിരുന്ന വാക്കുകൾ നിങ്ങളുടെ വായിലൂടെ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് എന്നോട് എന്തു പറയുന്നുവോ, പരിശുദ്ധാത്മാവ് എന്നോട് എന്തു പറയുന്നുവോ, പരിശുദ്ധാത്മാവ് എന്നോട് എന്തു പറയുന്നുവോ അത് പൂർണ്ണമായി ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ ഇതാ ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി തരുന്നു, ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആ ഒരു സമർപ്പണത്തിലാണ് സ്വർഗം പ്രസാദിക്കുന്നത്, ആ ഒരു സമർപ്പണത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അനുസരിക്കുന്നതാണ് യാഗത്തെക്കാട്ടിലും നല്ലത്. ദൈവം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്നതാണ് മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടിലും നല്ലത്. അനുസരിക്കുന്നത് യാഗത്തെക്കാട്ടിലും നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പം പറയും അനുസരിക്കുന്നതാണ് ആരാധനയെക്കാട്ടിലും നല്ലത്. നമ്മൾ അനുസരിക്കാതെ എത്ര ആരാധിച്ചാലും എത്ര ചാടി മറിഞ്ഞാലും അനുസരിക്കാത്തിടത്തോളം കാലം എൻ്റെ യഹോവയ്ക്ക് എൻ്റെ മേൽ പ്രസാദമില്ല. ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് ഈ നാളുകളിൽ ഭൂലോകമെങ്ങുമുള്ള ദൈവസഭയോട് പറയുന്ന ഒരു ദൂതാണ്, എൻ്റെ സഭയെ നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിക്കുക, എൻ്റെ വാക്ക് അനുസരിക്കുക. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് അതിൻപടി ചെയ്യുക. നിങ്ങളുടെ പദ്ധതികൾ മാറ്റിവെക്കുക, പകരം എൻ്റെ പദ്ധതികൾ ദൈവസഭയിൽ നടക്കട്ടെ. ഓ, ദൈവത്തിന്റെ പദ്ധതികൾ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ്, ദൈവത്തിന്റെ മഹത്വം ദൈവസഭയിൽ വെളിപ്പെടുവാനായി നമുക്കൊന്ന് വഴിയിൽ നിന്ന് മാറി നിന്നാലും സാരമില്ല. ഓ, രാജാതി രാജാവ് എഴുന്നള്ളട്ടെ, രാജാതി രാജാവ് എഴുന്നള്ളട്ടെ, സൈന്യങ്ങൾ രാജാതി രാജാവ് എഴുന്നള്ളട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, മുൻപേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. രാജാതി രാജാവ് കർത്താതി കർത്താവ് സഭയിലേക്ക് എഴുന്നള്ളട്ടെ.
ഇന്നത്തെ സഭയുടെ പലപ്പോഴുമുള്ള അവസ്ഥ, സഭയ്ക്കുള്ളിൽ നാഥനായ കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞ് അവനെ വാഴ്ത്തി പാടി നമ്മൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അവനോട് ആ പ്രമുഖ സ്ഥാനത്ത് സഭയിലുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലോ വിശ്വാസത്തിലോ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളവനെ ആരാധിച്ച് കഴിയുമ്പം പുറത്ത് വാതിലൊരു തട്ട് കേൾക്കുന്നു. ആരാണ്ട് ഓടിപ്പോയെന്ന് ശ്രദ്ധിച്ചപ്പം ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. നമ്മൾ പലപ്പോഴും പറയുന്നത് ഇത് പാവിയുടെ വാതിൽക്കലാണ് യേശു മുട്ടുന്നതെന്ന്. അല്ല, വെളിപ്പാട് പുസ്തകത്തിൽ സഭയുടെ വാതിൽക്കൽ നിന്ന് യേശു മുട്ടുന്നു. അതിൻ്റെ അർത്ഥം സഭയുടെ നാഥനെ നമ്മൾ പലപ്പോഴും സൗകര്യപൂർവ്വം അങ്ങ് പുറത്താക്കി കതവടച്ചു. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ നാണം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കത്തില്ല, പോവും. പക്ഷേ എൻ്റെ കർത്താവ് നാണം കെട്ടുമെന്ന് തൻ്റെ തന്നെ സഭയുടെ വാതിൽ മുട്ടിയിട്ട് പറയുക, മക്കളെ ഞാൻ പുറത്താ, നിങ്ങൾ അറിഞ്ഞോന്നറിയത്തില്ല, ഞാൻ പുറത്താ, എന്നെ നാത്തോട്ട് കേറ്റ്, ലെറ്റ് മീ കം ഇൻ. ഈ വാതിലിലെ മുട്ട് കേൾക്കുന്നതിന് തൊട്ട് മുമ്പ് സഭ മുഴുവൻ ആർത്തു പാടിയൊരു പാട്ടുപാടി, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, വരുന്നിതാ ജയരാജൻ. അതൊക്കെ പാടി തകർത്തു. പക്ഷെ അതൊക്കെ പാടിയപ്പോഴും കർത്താവ് പുറത്തായിരുന്നു. അതെല്ലാം കേട്ടുകൊണ്ട് കർത്താവ് വെളിയിൽ നിൽക്കുക. പാട്ടൊന്ന് ഒതുങ്ങിയപ്പോഴാണ്, ആരാധനയൊന്ന് അടങ്ങിയപ്പോഴാണ് തട്ടിയച്ച്, ഒന്ന് തുറക്കും മക്കളെ, ഞാനൊന്ന് അകത്ത് വരട്ടെ, ലെറ്റ് മീ കം ആൻഡ് ടേക്ക് മൈ റൈറ്റ്ഫുൾ പ്ലേസ്. ഇത് നമ്മുടെ ഹൃദയത്തിലല്ല തട്ടുന്നത്, സഭയുടെ വാതില്ല. പിതാവേ, അങ്ങയുടെ പുത്രനെ അയച്ചു തന്നു ഞങ്ങൾക്കായി. അന്ന് യഹൂദന്മാർ തള്ളി, റോമാക്കാരും ക്രൂശിച്ചു. ഇന്ന് ഞങ്ങളും അങ്ങയെ തള്ളിയ അവസ്ഥയാണ് പലപ്പോഴും. അങ്ങയെക്കുറിച്ച് ഒത്തിരി പറയുന്നു, പാടുന്നു, പ്രസംഗിക്കുന്നു. പക്ഷെ കാര്യം വരുമ്പോൾ അങ്ങയെ ഞങ്ങൾ തള്ളി സൗകര്യപൂർവ്വം പുറത്താക്കി കതവടയ്ക്കുന്നു. കർത്താവെ, അങ്ങ് വീണ്ടും വാതിൽ നിന്ന് മുട്ടി അകത്തേക്കൊന്ന് പ്രവേശിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ അനുവാദം അങ്ങ് ചോദിക്കുന്നൊരവസ്ഥയിലോട്ട് വന്നല്ലപ്പാ. ഞങ്ങൾ അനുദപിക്കുന്നു. ഞങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾ മാത്രമല്ല കർത്താവെ, ഞങ്ങളുടെ സകല മേഖലയിലും യേശുവെ അങ്ങ് കടന്നു വന്ന് രാജാവായി കർത്താവായി ഇരുന്ന് അങ്ങ് കർത്തൃത്വം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാല സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ.